Hi guys, I am C. Appu Gopinath, faculty here at Logic for Indirect Tax. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് PA ഇൻഡയറക്റ്റ് ടാക്സ് എക്സാമിനേഷന് വേണ്ടിയിട്ട് കുറച്ച് MCQs ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകണം. റൈറ്റ്. അപ്പോൾ ഈ വീഡിയോയുടെ ഒരു ഫോർമാറ്റ് എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്ക്രീനിൽ ഒരു ക്വസ്റ്റ്യൻ പ്രസന്റ് ചെയ്യാം, നിങ്ങൾ ആ ക്വസ്റ്റ്യൻ വായിക്കാം. സോ പ്രിഫറബിളി നിങ്ങൾ പോസ് ചെയ്യാം. ഓക്കെ, ഞാൻ സ്ക്രീനിൽ ക്വസ്റ്റ്യൻ ഇടുന്ന സമയത്ത് വീഡിയോ പോസ് ചെയ്യാം, എന്നിട്ട് അതിൻ്റെ ആൻസർ എന്താണെന്ന് ഫിഗർ ഔട്ട് ചെയ്യാം, അത് ലോക്ക് ചെയ്യാം. ഓക്കെ, അതിനുശേഷം പ്ലേ ചെയ്യാം. സോ അറ്റ് ദാറ്റ് ടൈം ഐ വിൽ എക്സ്പ്ലെയിൻ യു എങ്ങനെയാണ് നമ്മൾ ആൻസറിലേക്ക് എത്തിയത്. ഓക്കെ, ഐ വിൽ ബി എക്സ്പ്ലെയിൻ ടു യു നമ്മൾ എങ്ങനെയാണ് ആൻസറിലേക്ക് എത്തിയത്, എന്തൊക്കെ പ്രൊവിഷൻസ് ആണ് ഉപയോഗിച്ചത്, അങ്ങനെ നമുക്ക് MCQs അനലൈസ് ചെയ്യാം. സോ നിങ്ങൾക്ക് രണ്ട് ഗുണങ്ങളാണുള്ളത്. ഒന്ന്, യെസ്, MCQs നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് ഒരു പ്രാക്ടീസ് കിട്ടും. രണ്ട്, നമ്മൾ ആ പ്രൊവിഷനൊക്കെ ഒന്ന് ക്വിക്ലി റിവൈസ് ചെയ്യാൻ കൂടെ പോവാണ്. ഓൾ റൈറ്റ്, അപ്പോൾ നമുക്ക് തുടങ്ങാം. ആൻഡ് ഞാനിപ്പോൾ സ്ക്രീനിൽ പ്രസന്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ICAയുടെ വെബ്സൈറ്റിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓൾ റൈറ്റ്, നിങ്ങൾക്ക് BOS നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഇനി അല്ല നിങ്ങൾക്ക് ഇതിന്റെ PDF വേണമെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് വെബ്സൈറ്റ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ. അപ്പം എന്നെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്ന നമ്പർ ഇതാണ്. നിങ്ങൾക്ക് ഈ നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ PDF ചോദിക്കാൻ വേണ്ടി മാത്രമല്ല, നിങ്ങൾക്ക് ഇത് പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, അതായത് CA ഇന്റർ അല്ലെങ്കിൽ ഫൈനൽ ലെവലിൽ ഇൻഡയറക്റ്റ് ടാക്സ് പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഇതിനകത്തേക്ക് വാട്സാപ്പ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ക്ലാസ്സുകളെ പറ്റി അറിയണമെന്നുണ്ടെങ്കിലും യെസ്, യു ക്യാൻ കോൺടാക്ട് മീ ദിസ് നമ്പർ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓൾറൈറ്റ്, സോ ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം, ആൻസർ കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. വീഡിയോ പോസ് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, Exanco, a supplier registered under GST in Meghalaya, wants to opt for composition levy. The aggregate turnover limit for composition levy is എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ സപ്ലയർ എവിടെയാണ്? മേഘാലയയിലാണ്. അപ്പൊ നമുക്കറിയാം കോമ്പസിഷൻ സ്കീം എന്ന് പറഞ്ഞ പ്രൊവിഷൻ നമ്മൾ അനലൈസ് ചെയ്യുന്നത് സെക്ഷൻ 10 ആണ്. അവിടെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, അല്ലെ? കോമ്പസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു എൻറ്റിറ്റിയുടെ പ്രീവിയസ് ഇയർ അഗ്രിഗേറ്റ് ടേൺ ഓവർ ഒരു പെർട്ടിക്കുലർ ത്രഷോൾഡ് ലിമിറ്റിന് താഴെ ആയിരിക്കണം. എത്രയാണ് ത്രഷോൾഡ് ലിമിറ്റ്? 1.5 crores, 1.5 കോടി രൂപ. എന്നാൽ ചില സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സിൽ ഇത് 1.5 crores അല്ല, ഇത് 75 lakhs ആണ്. ഓൾറൈറ്റ്, സോ മേഘാലയ എന്ന് പറയുന്ന സ്റ്റേറ്റ് എടുക്കുന്ന സമയത്ത് ആ പെർട്ടിക്കുലർ ലിമിറ്റ് ഈസ് ഗോയിങ് ടു ബി 75 lakhs. ഓക്കെ, സോ ഇതിന്റെ ആൻസർ ബി ആണ്. ഓൾറൈറ്റ്, ഫൈൻ. സോ ഈസി ക്വസ്റ്റ്യൻ. ലെറ്റ്സ് മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 2 ഒന്ന് അനലൈസ് ചെയ്ത് നോക്കൂ. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്യാം. ദി പേഴ്സൺ മേക്കിംഗ് ഇൻട്രസ്റ്റേറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ്, സോ അത് പ്രത്യേകം നോട്ട് ചെയ്യാം. ഇൻട്രസ്റ്റേറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഫ്രം മധ്യപ്രദേശ് is compulsorily required to get registered under GST dash provided such goods are not notified handicraft nor predominantly handmade notified product. അപ്പോൾ ഇവർ പറയുന്നത് മധ്യപ്രദേശിലാണ് സപ്ലയർ നിൽക്കുന്നത്. അപ്പോൾ ടോപ്പിക് രജിസ്ട്രേഷൻ ആണ്. സോ അത് സെക്ഷൻ 22 മുതൽ സെക്ഷൻ 30 വരെ CGST ആക്ട് ഇവിടെയാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. യൂഷ്വലി നമുക്ക് എപ്പോഴാണ് രജിസ്ട്രേഷൻ വേണ്ടത്? ത്രഷോൾഡ് ലിമിറ്റിന്റെ മുകളിലേക്കായിട്ട് അഗ്രിഗേറ്റ് ടേൺ ഓവർ പോകുമ്പോഴാണ്. ആ ത്രഷോൾഡ് ലിമിറ്റ് മധ്യപ്രദേശ് എന്ന് പറയുന്ന സ്റ്റേറ്റിൽ 40 lakhs ആണ്. അതൊക്കെ നമ്മുടെ ഓപ്ഷനിലുണ്ട്. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ ഇവർ ആദ്യം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, പേഴ്സൺ ഈസ് മേക്കിംഗ് ഇൻട്രസ്റ്റേറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ്, വിച്ച് മീൻസ് സെക്ഷൻ 24 ട്രിഗർ ചെയ്യും. എന്താണത്? കമ്പൽസറി രജിസ്ട്രേഷൻ. ഇൻട്രസ്റ്റേറ്റ് ആയിട്ട് ടാക്സബിൾ സപ്ലൈ ചെയ്യുന്ന ഒരാൾക്ക് രജിസ്ട്രേഷൻ കമ്പൽസറി ആണ്, ഇറസ്പെക്റ്റീവ് ഓഫ് ഹിസ് ടേൺ ഓവർ നോക്കണ്ട, രജിസ്ട്രേഷൻ കമ്പൽസറി ആണ്. അപ്പൊ അതുകൊണ്ട് മാത്രമല്ല, അതിന് ആക്ച്വലി എക്സെപ്ഷൻ ഉണ്ട്, അല്ലെ? ഈവൻ തോ ഇൻട്രസ്റ്റേറ്റ് ആണെങ്കിൽ പോലും അതിന് 2 എക്സെപ്ഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ്? നമ്മുടെ ഹാൻഡിക്രാഫ്റ്റ് ഗുഡ്സും നോട്ടിഫൈഡ് പ്രൊഡക്റ്റുകളും, പ്രിഡോമിനന്റ്ലി വൺ മെയ്ഡ് ത്രൂ ഹാൻഡും, അതുപോലെ തന്നെ സർവീസസ്, ടാക്സബിൾ സർവീസ് ഇൻട്രസ്റ്റേറ്റ് പോകുമ്പോൾ, ഇത് രണ്ടും അതിന് എക്സെപ്ഷൻ ആണ്. അപ്പൊ ആ എക്സെപ്ഷൻ ഒഴികെയുള്ള ഒരു സിറ്റുവേഷനിൽ ഇൻട്രസ്റ്റേറ്റിന് രജിസ്ട്രേഷൻ കമ്പൽസറി ആണ്. അതുകൊണ്ട് ഇവിടുത്തെ ആൻസർ ഡി ആയിരിക്കും. ഓക്കെ, because irrespective of the amount of aggregate turnover in a financial year, since he is making interstate supply of taxable goods. So we are done with question number 2. All right, let's move to next question. Question number 3. Analyze it.
നോക്കാം നമുക്ക്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സപ്ലൈ ഓഫ് സർവീസസ് ആർ എക്സംപ്റ്റ് അണ്ടർ GST? അപ്പോൾ വിഷയം എക്സംഷൻ ആണ് അല്ലെ, വിച്ച് മീൻസ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് സെക്ഷൻ 11. ആൻഡ് നമുക്ക് CA ഇന്ററിന് സർവീസസ് മാത്രമേ എക്സംഷൻസിൽ പഠിക്കാനുള്ളൂ. അതുകൊണ്ട് തന്നെ നോട്ടിഫിക്കേഷൻ 12/2017 കൂടെ. ഓക്കെ, അതിനകത്ത് കുറെ സർവീസുകൾ എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചോദിക്കുന്നത് താഴെ പറയുന്നതിൽ ഏതൊക്കെ സർവീസുകളാണ് എക്സംപ്റ്റ് നമുക്ക് നോക്കാം. ടെസ്റ്റിംഗ് ഓഫ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ്, so it's related to agricultural services, and we know that testing of agriculture produce is specifically exempted. Supply of farm labor, yes, exempted. Warehousing of agriculture produce, yes, exempted. അപ്പോൾ ഇവിടെ 1, 2, 3 മൂന്ന് സർവീസുകളും GST എക്സംപ്റ്റഡ് ആണ്. അങ്ങനെയാണ് ഇതിന്റെ ആൻസർ എന്ത് വരും? ഇറ്റ്സ് ഗോയിങ് ടു ബി D, both 1, 2 and 3. All right, fine. Now let's move to the next question. Fourth question actually 2 പേജിലായിട്ടാണ്. സോ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഈസ് നോട്ട് അവൈലബിൾ ഇൻ റെസ്പെക്ട് ഓഫ് 1 ഉം 2 നോക്കിക്കോളൂ. നോക്കി 3 നോക്കിക്കോളൂ. അനലൈസ് ചെയ്തു, നമുക്കൊന്ന് ആൻസർ ചെക്ക് ചെയ്യാം. ഓക്കെ, സോ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഈസ് നോട്ട് അവൈലബിൾ ഇൻ റെസ്പെക്ട് ഓഫ്. അപ്പൊ ഇൻപുട്ട് ടാക്സ് ആണ് വിഷയം. ഓക്കെ, ഇൻപുട്ട് ടാക്സ് ആണ് വിഷയം എന്നുണ്ടെങ്കിൽ നമ്മൾ പോകുന്നത് സെക്ഷൻ 16 മുതൽ സെക്ഷൻ 21 വരെയാണ്. അതിൽ CA ഇന്ററിൽ 16, 17, 18 മാത്രമേ പഠിക്കാനുള്ളൂ. ലെറ്റ്സ് സീ. സർവീസസ് ഓൺ വിച്ച് ടാക്സ് ഹാസ് ബീൻ പെയ്ഡ് അണ്ടർ കോമ്പൻസേഷൻ ലെവി, യെസ്, ITC is not available. ഈ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ ITC അവൈലബിൾ അല്ല. കോമ്പൻസേഷൻ ലെവിയിൽ അടയ്ക്കുന്ന ടാക്സ് അവൈലബിൾ അല്ല എന്നുള്ളത് ഓഫ് കോഴ്സ് കോമ്പൻസേഷൻ സ്കീമിലുള്ള ഒരു വ്യക്തി GST കളക്ട് ചെയ്യുകയൊന്നും ചെയ്യുന്നില്ല. ഇനി മാത്രമല്ല 17(5) ഇത് സ്പെസിഫിക്കലി എടുത്ത് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. സോ ദിസ് ITC is not available. ഗുഡ്സ് ഗിവൺ ആസ് ഫ്രീ സാമ്പിൾസ്, അഗെയിൻ നോട്ട് അവൈലബിൾ. വൈ? 17 subsection 5 blocked credit അവൈലബിൾ അല്ല. നെക്സ്റ്റ്, ഗുഡ്സ് യൂസ് ഫോർ പേഴ്സണൽ കൺസംഷൻ, അഗെയിൻ 17 subsection 5. ഇത് മൂന്നും എഫക്റ്റീവ്ലി ക്രെഡിറ്റുകൾ ബ്ലോക്ക്ഡ് ആണ്. അതുകൊണ്ട് ഇതിന്റെ ആൻസർ ബോത്ത് all 1, 2 and 3 എന്ന് വരും. അതുകൊണ്ട് ഇറ്റ്സ് ഗോയിങ് ടു ബി D. All right, fine. That was question number 4. Let's move on to question number 5. Analyze ചെയ്ത് നോക്കൂ. Okay, Subhash and Co, a registered person, supplies taxable goods to unregistered persons. Okay, it need not issue tax invoice if the value of supply of goods to such person is dash and the recipient does not require such invoice. ഇത് സെക്ഷൻ 31 ആണ്. ഓൾറൈറ്റ്, അവിടെയാണ് നമ്മൾ ഇൻവോയ്സും ബാക്കിയുള്ള ഡോക്യുമെന്റ്സുമായി ബന്ധപ്പെട്ട കാര്യം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഇവർ പറഞ്ഞിരിക്കുന്നത് സുഭാഷ് ആൻഡ് കോ എന്ന് പറയുന്ന സപ്ലയർ രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്, അല്ലെ ടാക്സബിൾ ഗുഡ്സ് കൊടുക്കുകയാണ്. അത് കൊടുക്കുന്ന സമയത്ത് ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ട ആവശ്യമില്ല എപ്പോൾ എന്നാണ് ചോദ്യം. അപ്പോൾ ഈ വിഷയം നമ്മൾ ആക്ച്വലി പഠിക്കുന്ന ഒരു കാര്യമാണ്. അതായത് കൺസോളിഡേറ്റഡ് ടാക്സ് ഇൻവോയ്സിന്റെ കോൺസെപ്റ്റ് ഉണ്ട്. സോ എ പേഴ്സൺ ക്യാൻ ഇഷ്യൂ എ കൺസോളിഡേറ്റഡ് ഇൻവോയ്സ് ഫോർ ദി എൻറ്റയർ ഡേ ഇഫ് the following 3 conditions are satisfied with respect to a supply. എന്തൊക്കെയാണ് 3 conditions? Condition number 1, value of supply 200 രൂപയിൽ താഴെ ആയിരിക്കണം. നമ്പർ 2, ആ റെസിപ്പിയന്റ് രജിസ്റ്റേർഡ് ആയിരിക്കരുത്. റെസിപ്പിയന്റ് must not be a registered person. Condition number 3, the recipient should not require invoice. അയാൾ ഇൻവോയ്സ് വേണമെന്ന് പറയരുത്. അപ്പൊ ഈ 3 കണ്ടീഷൻസും ക്യുമുലേറ്റീവ്ലി സാറ്റിസ്ഫൈ ചെയ്ത് ഇൻവോയ്സ് അടിക്കണ്ട. പകരം എന്ത് ചെയ്താൽ മതി? ആ ദിവസത്തെ ഇൻവോയ്സുകളെല്ലാം കൂടെ ചേർത്ത് കൺസോളിഡേറ്റ് ചെയ്ത് സിംഗിൾ ഇൻവോയ്സ് അടിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു ചോദിച്ചിരിക്കുന്നത് ഈ താഴെ പറയുന്ന വാല്യൂ ഓഫ് സപ്ലൈകളിൽ ഏത് വന്നാലാണ് ഇൻവോയ്സ് അടിക്കേണ്ടാത്തത് എന്നാണ്. അപ്പോ ഇത് കുറച്ച് ട്രിക്കിയാണ്. നിങ്ങൾക്ക് ആ പ്രൊവിഷൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഓർമ്മ വരുള്ളൂ. കാരണം ആ പ്രൊവിഷനിൽ അവർ പറയുന്നുണ്ട് ലെസ് ദാൻ 200. നമ്മൾ ക്ലാസ്സിലൊക്കെ എപ്പോഴും ഇത് പഠിക്കുന്ന സമയത്ത് ഞാൻ പ്രത്യേകം പറയുന്ന ഒരു കാര്യമാണ്, വാല്യൂ ഓഫ് സപ്ലൈ ഷുഡ് ബി ലെസ് ദാൻ ₹200. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ MCQസിൽ എന്തായാലും എയും അല്ല ബിയും അല്ല, സിയും ഡിയും കൺഫ്യൂഷൻ ആവും. അപ്പോൾ ലെസ് ദാൻ 200 ആയാൽ മാത്രമേ പറ്റൂ എന്ന് പറയുമ്പോൾ 200 ആണ് എന്നുണ്ടെങ്കിൽ, കറക്റ്റ് 200 ആണെങ്കിലും അവിടെ കൺസോളിഡേറ്റഡ് ഇൻവോയ്സ് പറ്റില്ല, സെപ്പറേറ്റ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണം. അതുകൊണ്ട് ഇവിടുത്തെ ആൻസർ സി ആണ്. The answer is going to be C. All right, fine, easy. Let's move to the next question. Question number 6. നോക്കിക്കോളൂ.
ഓക്കെ, വേരിയസ് ടാക്സസ് ഹാസ് ബീൻ സബ്സ്യൂംഡ് ഇൻ GST അല്ലെ. അപ്പോൾ 2017 GST വന്ന സമയത്ത് GSTയുടെ മുമ്പുണ്ടായിരുന്ന ഇൻഡയറക്ട് ടാക്സ് സിസ്റ്റത്തിൽ നിന്ന് ഒരു സിഗ്നിഫിക്കന്റ് ചേഞ്ച് ആണ് GST വന്നപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അത് ഒരുപാട് ടാക്സുകൾ GST സബ്സ്യൂം ചെയ്തു. ഔട്ട് ഓഫ് ദ ഫോളോയിങ് ഡിറ്റർമൈൻ വിച്ച് ടാക്സസ് ഹാവ് ബീൻ സബ്സ്യൂംഡ് ഇൻ GST. അപ്പൊ താഴെ പറയുന്ന ടാക്സുകളിൽ ഏതൊക്കെ ടാക്സ് ആണ് GSTയിൽ സബ്സ്യൂം ചെയ്ത് പോയിരിക്കുന്നത്? ഓൾറൈറ്റ്, ഫൈൻ. അപ്പോൾ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി, ടാക്സസ് ഓൺ ലോട്ടറി, എൻവയോൺമെന്റ് ടാക്സ്. നമുക്കത് വായിച്ചാൽ മനസ്സിലാവും. GST വന്നതിന് ശേഷവും സ്റ്റിൽ ബാക്കിയുള്ള അല്ലെങ്കിൽ പണ്ടുണ്ടായിരുന്ന ഇൻഡയറക്ട് ടാക്സ് അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന ഒന്നാണ് ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി. അപ്പൊ BCD ഇപ്പോഴും ഉണ്ട്. ബാക്കിയുള്ള ടാക്സുകളാണ് അപ്പൊ എന്ത് സംഭവിച്ചിരിക്കുന്നത്? അവിടെ കൺസ്യൂം ചെയ്ത് പോയിരിക്കുന്നത്. ടാക്സ് ഓൺ ലോട്ടറീസ്, സബ്സ്യൂം ചെയ്ത് പോയിരിക്കുന്നത് ടാക്സ് ഓൺ ലോട്ടറീസ് ആൻഡ് എൻവയോൺമെന്റ് ടാക്സ്, വിച്ച് മീൻസ് 2 and 3. ഇതിന്റെ ആൻസർ B ആയിരിക്കും. ഓക്കെ, ഫൈൻ, ഗുഡ്. നൗ ലെറ്റ്സ് മൂവ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കാം, ക്വസ്റ്റ്യൻ നമ്പർ 7. അപ്പൊ 7 2 പേജിലായിട്ടാണ്, നമുക്ക് നോക്കാം. 7 വായിച്ചോളൂ. ഓക്കെ, അപ്പൊ ഇവിടെ ഓപ്ഷൻസിൽ ക്വസ്റ്റ്യൻ ആദ്യം, സർവീസ് ബൈ വേ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഡാഷ് ബൈ റെയിൽ ഫ്രം ചെന്നൈ ടു ഗുജറാത്ത് ഈസ് എക്സം ഫ്രം GST. ഓപ്ഷനിൽ കിടക്കുന്നത് പൾസസ്, മിലിറ്ററി എക്യുപ്മെന്റ്, ഇലക്ട്രിക് എക്യുപ്മെന്റ്സ്. അടുത്ത പേജിൽ ഒരു എണ്ണം കൂടെ ഉണ്ടായിരുന്നു, ജാഗറി. ഓക്കെ, ജാഗറി. ഒന്ന് ആലോചിച്ച് നോക്കിയേ ഏതാണ് വരിക എന്നുള്ളത്. ഇത് ടോപ്പിക് സെക്ഷൻ 11 തന്നെയാണ്, എക്സംഷൻസ് ആണ്. ഓക്കെ, നോട്ടിഫിക്കേഷൻ 12/2017. അപ്പൊ നമുക്കറിയാം, ബൈ റെയിൽ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ഗുഡ്സ് ബേസ്ഡ് എക്സംഷൻ ആണ് ഗവൺമെന്റ് കൊടുക്കുന്നത്. അതായത് ഒരു സർട്ടൻ സെറ്റ് ഓഫ് ഗുഡ്സ് കൊടുക്കുന്ന സമയത്ത് എക്സംഷൻ ഉണ്ട്. അപ്പൊ ചോദ്യം, ഏതൊക്കെ ഗുഡ്സ് കൊടുക്കുമ്പോഴാണ് എക്സംഷൻ ഉള്ളത്? അതൊരു ലിസ്റ്റ് നമ്മൾ അവിടെ പഠിക്കുന്നുണ്ട്. അപ്പൊ ആ ലിസ്റ്റിൽ പറയുന്ന ഏതൊക്കെ വേണമെന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, പൾസസ് ആ ലിസ്റ്റിലുണ്ട്. അപ്പൊ പൾസസ് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ എക്സംപ്റ്റഡ് ആണ്. മിലിറ്ററി എക്യുപ്മെന്റ്, ഓക്കെ, അതും ആ ലിസ്റ്റിലുണ്ട്. ദാറ്റ്സ് ഓൾസോ എക്സംപ്റ്റഡ്. ഇലക്ട്രിക് എക്യുപ്മെന്റ് ആ ലിസ്റ്റിൽ ഇല്ല. അപ്പൊ ദാറ്റ്സ് ഗോയിങ് ടു ബി ടാക്സബിൾ. നെക്സ്റ്റ്, ജാഗറി. ജാഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആക്ച്വലി അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് ട്രാൻസ്പോർട്ട് ചെയ്താൽ എക്സംപ്റ്റഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ജാഗറി ഒരു അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് അല്ല, ഷുഗർ ആണ്. ഷുഗർ കെയിനും ജാഗറിയും അല്ല. അതുകൊണ്ട് ഇത് ഓൾസോ ഗോയിങ് ടു ബി ടാക്സബിൾ. ഇവർ ക്വസ്റ്റിനിൽ ചോദിച്ചിരിക്കുന്നത് ഏതൊക്കെയാണ് എക്സംപ്റ്റഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 1 ഉം 2 ആണ് എക്സംപ്റ്റഡ്. അപ്പൊ ആ ആൻസർ വരുന്നത് എവിടെയാണ്? A ആണ് വരുന്നത്, ബോത്ത് 1 and 2. Alright, fine. Let's move to next question. Question number 8. Analyze you. Okay. GST is not payable by a recipient of services in the following cases. GST is not payable by recipient in the following cases. അപ്പൊ ക്വസ്റ്റ്യനിൽ ആക്ച്വലി ചോദിക്കുന്നത്, താഴെ പറയുന്ന കേസുകളിൽ നമുക്ക് RCM ഉം ഫോർവേഡ് ചാർജും ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇഫ് GST is not payable by recipient, അവർ ചോദിക്കുന്നത് ഫോർവേഡ് ചാർജ് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ വിഷയം ചാർജ് ആണ്, സെക്ഷൻ 9. Okay, 9(1) ഉം 9 subsection 3 ഉം. 9 subsection 1 basically talks about forward charge. 9 subsection 3 talks about reverse charge. Okay, അതിൽ 9 subsection 3 പഠിക്കുന്നതിനൊപ്പം തന്നെ നമ്മൾ ആക്ച്വലി ഒരു നോട്ടിഫിക്കേഷൻ പഠിക്കുന്നുണ്ട്. നോട്ടിഫിക്കേഷൻ നമ്പർ 13/2017. ഓക്കെ, ആ നോട്ടിഫിക്കേഷനിൽ നമ്മൾ ആക്ച്വലി റിവേഴ്സ് ചാർജ് ട്രിഗർ ചെയ്യുന്ന ഏതൊക്കെ സർവീസുകളാണുള്ളതെന്ന് പഠിക്കുന്നുണ്ട്. നമുക്കൊന്ന് അനലൈസ് ചെയ്യാം ആ സർവീസിൽ താഴെ പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെയാണുള്ളതെന്നുള്ളത്. ഓക്കെ, ഫൺ. ഇതിൽ ഫസ്റ്റ് ഉള്ളത്, സർവീസസ് പ്രൊവൈഡഡ് ബൈ വേ ഓഫ് സ്പോൺസർഷിപ്പ് സർവീസ് ടു ABC ലിമിറ്റഡ് ലൊക്കേറ്റഡ് ഇൻ ഇന്ത്യ. അപ്പൊ നമുക്കറിയാം, സ്പോൺസർഷിപ്പ് സർവീസിന് റിവേഴ്സ് ചാർജും വരാം, ഫോർവേഡ് ചാർജും വരാം. ദാറ്റ് ആക്ച്വലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദി സ്റ്റാറ്റസ് ഓഫ് ദി റെസിപ്പിയന്റ്. റെസിപ്പിയന്റ് ആരാന്നനുസരിച്ചിരിക്കും. റെസിപ്പിയന്റ് ആരാണ്? സ്പോൺസർ. സ്പോൺസർ ആണെന്നനുസരിച്ചിരിക്കും. സ്പോൺസർ ഒരു ഇൻഡിവിജ്വൽ ആണെന്നുണ്ടെങ്കിൽ ഫോർവേഡ് ചാർജ് ആണ്. ബോഡി കോർപ്പറേറ്റ് LLP ഫേം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് റിവേഴ്സ് ചാർജ് ആണ്. ഇവിടെ സ്പോൺസർഷിപ്പ് സർവീസ് പ്രൊവൈഡ് ബൈ വേ ഓഫ് സ്പോൺസർഷിപ്പ് ടു ABC ലിമിറ്റഡിനാണ് കൊടുക്കുന്നത്. ABC ലിമിറ്റഡ് എന്ന് പറയുമ്പോൾ ഒരു കമ്പനിയാണ്. അതുകൊണ്ട് ദിസ് ഇസ് ഗോയിങ് ടു ബി റിവേഴ്സ് ചാർജ്. ഓക്കെ, ഇനി സർവീസസ് സപ്ലൈഡ് ബൈ എ ഡയറക്ടർ രജിസ്റ്റർഡ് അണ്ടർ GST ഓഫ് ഗാലക്സി ലിമിറ്റഡ് ടു മിസ്റ്റർ കൃഷ്ണ. ഡയറക്ടർ സർവീസസിൽ ആക്ച്വലി റിവേഴ്സ് ചാർജ് നോട്ടിഫൈഡ് ആണ്. പക്ഷെ വെൻ സർവീസ് ഇസ് പ്രൊവൈഡഡ് ബൈ ഡയറക്ടർ ടു എ കമ്പനി, ഡയറക്ടർ കമ്പനിക്ക് കൊടുക്കുമ്പോഴാണ് റിവേഴ്സ് ചാർജ് വരുന്നത്.
ഇവിടെ ഡയറക്ടർ ആർക്കാണ് കൊടുക്കുന്നത്? മിസ്റ്റർ കൃഷ്ണ എന്ന് പറയുന്ന ഇൻഡിവിജ്വലിനാണ്. ഇത് റിവേഴ്സ് ചാർജിൽ എവിടെ നോട്ടിഫൈഡ് അല്ല. ദിസ് ഇസ് ഗോയിങ് ടു ബി ഫോർവേഡ് ചാർജ്. അടുത്തത്, സർവീസസ് ബൈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റ് ബൈ വേ ഓഫ് സ്പീഡ് പോസ്റ്റ് ടു MNO ലിമിറ്റഡ് ലൊക്കേറ്റഡ് ഇൻ ഇന്ത്യ. അപ്പോൾ നമ്മൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റ് സർവീസസ് പ്രൊവൈഡഡ് ബൈ പോസ്റ്റ് ഓഫീസ്, അവർ കൊടുക്കുന്ന ചില സർവീസുകൾ എക്സംപ്റ്റഡ് ആണ്. ഓർഡിനറി പോസ്റ്റ്, ഇൻലാൻഡ് ലെറ്റർ, ബുക്ക് പോസ്റ്റ്, അങ്ങനെ കുറച്ച്. ഓർഡിനറി പോസ്റ്റ് ഷുഡ് ബി ലെസ് ദാൻ 10 grams. നമ്മൾ എക്സംപ്ഷൻ ഒരു അമെൻമെന്റ് ആണ്, അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇനി അതല്ലാതെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്ന ബാക്കി എല്ലാ സർവീസും ടാക്സബിൾ ആണ്, ഫോർവേഡ് ചാർജ് ആണ്. അപ്പൊ ഇവിടെ സ്പീഡ് പോസ്റ്റ് അല്ലേ കൊടുക്കുന്നത്? സ്പീഡ് പോസ്റ്റ് ഫോർവേഡ് ചാർജ് ആണ്. സർവീസസ് സപ്ലൈഡ് ബൈ എ റിക്കവറിംഗ് ഏജന്റ് ടു SNSP ബാങ്ക് ലൊക്കേറ്റഡ് ഇൻ ഇന്ത്യ. സി, സർവീസസ് പ്രൊവൈഡഡ് ബൈ എ റിക്കവറിംഗ് ഏജന്റ് ടു എ ബാങ്കിങ് കമ്പനി റിവേഴ്സ് ചാർജിൽ നോട്ടിഫൈഡ് ആണ്. ദിസ് ഇസ് ഗോയിങ് ടു ബി റിവേഴ്സ് ചാർജ്. അപ്പൊ ഇതിനകത്ത് റെസിപ്പിയൻ ടാക്സ് അടയ്ക്കാതെ സപ്ലയർ ടാക്സ് അടയ്ക്കേണ്ടത് 2ഉം 3ഉം ആണ്. So that's going to be C. That's the correct answer. All right. So let's move on to the next question. Question number 9. Okay, 9. ആദ്യം നിങ്ങൾ ഇത്രയും ഒന്ന് വായിച്ചോളൂ. വീഡിയോ പോസ് ചെയ്ത് വായിച്ചോളൂ ഇത്രയും. അതിനുശേഷം ഓരോ ഓപ്ഷൻ കൂടെ ഉണ്ട്. ഡി, അത് അടുത്ത പേജിലാണ്. അതോടെ നോക്കൂ. ഓക്കെ, ഇവിടെ എന്താണ് വിഷയം? Mr. X is a casual taxable person and they are not involved in making taxable supplies of notified handicraft goods or predominantly handmade notified products. Okay, അപ്പോൾ അങ്ങനെ പറയാനുള്ള കാരണം കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ നമ്മൾ ഇവരെ പറ്റി പഠിച്ചിട്ടുണ്ട്. സെക്ഷൻ 24. സോറി, എന്താണ്? ഇവർക്ക് രജിസ്ട്രേഷൻ കമ്പൽസറി ആണ്. CTPക്കും NRTPക്കും രജിസ്ട്രേഷൻ കമ്പൽസറി ആണ്. പക്ഷെ CTP ഈവൻ ദോ കമ്പൽസറി ആണെങ്കിൽ തന്നെ അവർക്കും എക്സെപ്ഷൻ ഉണ്ട്. ഓക്കെ, അതേതാണ്? നമ്മുടെ നോട്ടിഫൈഡ് ഹാൻഡിക്രാഫ്റ്റ് ഗുഡ്സും അതുപോലെ തന്നെ നോട്ടിഫൈഡ് പ്രൊഡക്റ്റ് പ്രിഡോമിനന്റ്ലി വെൻ മെയ്ഡ് ബൈ ഹാൻഡ്, ആ സെയിം കേസ് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇത് പ്രത്യേകം പറയുന്നുണ്ട്, എക്സ് ഒരു കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ആണ്, എന്നാൽ അയാൾ ഇതിലൊന്നും ഇൻവോൾവ് അല്ല. എന്നുണ്ടെങ്കിൽ അയാൾക്ക് രജിസ്ട്രേഷൻ കമ്പൽസറി ആണ്. ആൻഡ് ആ ഓപ്ഷൻ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? ഓപ്ഷൻ ഡി. Mr. X has to compulsorily get registered under GST irrespective of the threshold limit. So the correct answer is going to be D. All right, fine. Now let's move on to the next question. Question number 10. Analyze it. നോക്കാം നമുക്ക്. So the registration certificate granted to NRTP, non-resident taxable person. അപ്പോൾ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഗ്രാൻഡഡ് ടു NRTP എന്നൊക്കെ പറയുമ്പോൾ സെക്ഷൻ 27 ആണ്. Special procedures for CTP and NRTP. Okay, and this registration is valid for dash days from the effective date of registration or period specified in registration application, whichever is earlier. അപ്പോൾ നമ്മൾ സെക്ഷൻ 27 പഠിക്കുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, CTPക്കും NRTPക്കും രജിസ്ട്രേഷൻ കമ്പൽസറി ആണ്. അവരുടെ രജിസ്ട്രേഷന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 90 ഡേയ്സ് ആണ്. ഐദർ 90 ഡേയ്സ് ഓർ അവർ റിക്വസ്റ്റ് ദ ഡേയ്സ് whichever is lower. അപ്പോൾ ഓഫ് കോഴ്സ് ഇവിടെ ആൻസർ ഏതാണ്? 30, 60, 90, 120 എന്ന് പറയുമ്പോൾ the answer is going to be C, 90. Okay, clear? Let's move to the next question. Question number 11. Pause ചെയ്ത് അനലൈസ് ചെയ്യൂ. Let's see. Which of the following activities shall be treated neither as supply of goods nor as supply of services? അപ്പൊ താഴെ പറയുന്ന ട്രാൻസാക്ഷനിൽ ഏതൊക്കെയാണ് നമ്മൾ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യാത്തതെന്നാണ് ചോദ്യം. അപ്പൊ വിഷയം സെക്ഷൻ 7 ആണ്, സ്കോപ്പ് ഓഫ് സപ്ലൈ അല്ലെ. നമുക്ക് നോക്കാം. പെർമനന്റ് ട്രാൻസ്ഫർ ഓഫ് ബിസിനസ് അസറ്റ്സ് വെർ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഹാസ് ബീൻ അവൈൽഡ് ഓൺ സച്ച് അസറ്റ്സ്. ഓക്കെ, ഇത് നമ്മൾ ഇതുപോലെ തന്നെ ഈ പോയിന്റ് പഠിക്കുന്നുണ്ട്. എവിടെയാണ്? സെക്ഷൻ 7 സബ്സെക്ഷൻ 1 ക്ലോസ് C, ഷെഡ്യൂൾ 1 പാര 1. എന്താണ് ഷെഡ്യൂൾ 1? ഡീംഡ് സപ്ലൈസ് ആണ്. സർട്ടൻ ട്രാൻസാക്ഷൻസ് കൺസിഡറേഷൻ ഇല്ലെങ്കിൽ പോലും സപ്ലൈ ആയിട്ട് ഡീം ചെയ്യും. അതായത് ഒരു ട്രാൻസാക്ഷൻ സപ്ലൈ ആവാൻ പ്രധാനമായിട്ട് 3 കണ്ടീഷനാണ് ഉള്ളത് അല്ലെ. അവിടെ ഗുഡ്സ് ഓർ സർവീസ് ഉണ്ടായിരിക്കണം, ബിസിനസ് മോട്ടീവ് ഉണ്ടായിരിക്കണം, കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം. കൺസിഡറേഷൻ ഇല്ലെങ്കിൽ പോലും ചില ട്രാൻസാക്ഷൻ സപ്ലൈ ആവും. എപ്പോ?
അത് ഷെഡ്യൂൾ 1-ൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെഡ്യൂൾ 1-ൽ അങ്ങനെ എത്ര ട്രാൻസാക്ഷൻ പറഞ്ഞിട്ടുണ്ട്? 4 ട്രാൻസാക്ഷൻ പറഞ്ഞിട്ടുണ്ട്. 4 പാരകളുണ്ട്. അതിൽ ഫസ്റ്റ് പാരയാണ് കൊടുത്തിരിക്കുന്നത്. So even if there is no consideration, this transaction is going to be supply. Therefore, yes, this transaction is actually supply. ഇത് സപ്ലൈ ആണ്. നമുക്ക് അടുത്ത് നോക്കാം. Temporary transfer of intellectual property right. This is also supply. Given that all other conditions are satisfied, this transaction is also supply because നമ്മൾ intellectual property right temporarily transfer ചെയ്യുമ്പോൾ അത് supply of service ആണ് എന്ന് ഷെഡ്യൂൾ 2-ൽ പറഞ്ഞിട്ടുണ്ട്. So this is schedule 2. And if you need the section, ഇവിടെ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ 7(1)(a) അതെങ്കിലും ഷെഡ്യൂൾ 2-ൽ പ്രൊവിഷൻ ഉണ്ട്. അപ്പൊ ഞാനിവിടെ സെക്ഷൻസ് മെൻഷൻ ചെയ്യുന്നത് ഇൻ കേസ് നിങ്ങൾക്ക് ആ പോയിന്റ് ഒന്നും കൂടി റിവൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അവിടെ കാണാൻ പറ്റും. അതറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രൊവിഷൻ പറയുന്നത്. ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് വാട്സ്ആപ്പ് ചെയ്യാം. ഞാൻ ഓൾറെഡി നമ്പർ ഷെയർ ചെയ്തു. ഓക്കെ, അപ്പൊ ദിസ് ഇസ് ഓൾസോ ഗോയിങ് ടു ബി സപ്ലൈ. ഇനി ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ദി ഡിസീസ്ഡ്. ഇത് വിഷയം ഷെഡ്യൂൾ 3 ആണ്. This is schedule 3. Section വേണമെന്നുണ്ടെങ്കിൽ that's section 7(2). Subsection 2 clause A. Okay. എന്താണ് ഷെഡ്യൂൾ 3? എന്താണ് ഷെഡ്യൂൾ 3-ൽ 8 ട്രാൻസാക്ഷൻസ് ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. ആ 8 ട്രാൻസാക്ഷൻസിൽ നമ്മൾ 6 എണ്ണം CA ഇന്റർന് പഠിക്കുന്നുണ്ട്. 2 എണ്ണം ഫൈനലാണ് പഠിക്കുക, ലാസ്റ്റ് 2 എണ്ണം. 6 എണ്ണം പഠിക്കുന്നുണ്ട്. ആ 6 എണ്ണത്തിൽ ഒരെണ്ണമാണ് ഇത്. എന്താണ് ഈ 8 ട്രാൻസാക്ഷൻ പ്രത്യേകത? ഈ 8 ട്രാൻസാക്ഷനും GST-യിൽ സപ്ലൈ ആയിട്ട് ഡീം ചെയ്യില്ല. അപ്പൊ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഡിസീസ് അതിനകത്തുള്ള എൻട്രിയാണ്. സോ ദിസ് ഈസ് നോട്ട് എ സപ്ലൈ, നോട്ട് സപ്ലൈ. അടുത്തത് സർവീസസ് പ്രൊവൈഡഡ് ബൈ ആൻ എംപ്ലോയി ടു ദ എംപ്ലോയർ ഇൻ ദി കോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റ്. ഇതും നമ്മൾ ഡയറക്ട്ലി ഇങ്ങനെ പഠിക്കുന്നത്. എവിടെ പഠിക്കുന്നത്? ഷെഡ്യൂൾ 3-ൽ പഠിക്കുന്നതാ. നോൺ സപ്ലൈ ആണ്. സോ ദിസ് ഇസ് ഓൾസോ ഷെഡ്യൂൾ 3 നോൺ സപ്ലൈ, വിച്ച് മീൻസ് ദിസ് ഇസ് ഓൾസോ നോട്ട് എ സപ്ലൈ. അപ്പൊ ക്വസ്റ്റൻ എന്തായിരുന്നു? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഷാൾ ബി ട്രീറ്റഡ് ആസ് നീദർ ആസ് സപ്ലൈ ഓഫ് ഗുഡ്സ് നോർ സർവീസ്. അതായത് സപ്ലൈ അല്ലാത്ത ഏത്? 3 4. അപ്പൊ ദ ആൻസർ ഇസ് ഗോയിങ് ടു ബി ഡി. ആൻസർ ഇസ് ഗോയിങ് ടു ബി ഡി. ക്ലിയർ? നമുക്ക് ഇനി ക്വസ്റ്റ്യൻ നമ്പർ 12 നോക്കാം. ചെയ്തു നോക്കോളൂ. Balance in electronic credit ledger can be utilized against the payment of dash. അപ്പൊ ഇത് ബേസിക്കലി സെക്ഷൻ 49 ആണ്. പേയ്മെന്റ് ഓഫ് ടാക്സ്. അവിടെ നമ്മൾ 3 ലെഡ്ജറിനെ പറ്റി പഠിക്കുന്നുണ്ട് അല്ലേ? 3 ഇലക്ട്രോണിക് റെക്കോർഡ്സിനെ പറ്റിയിട്ട്. ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ, ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ, ഇലക്ട്രോണിക് ലയബിലിറ്റി രജിസ്റ്റർ. അതിനകത്ത് ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിലെ ബാലൻസ് എന്തിനു വേണ്ടി ഉപയോഗിക്കാം? ദി ആൻസർ ഈസ് ഓൺലി ഫോർ ദി പേയ്മെന്റ് ഓഫ് ഔട്ട്പുട്ട് ടാക്സ്. ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിലെ ബാലൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഔട്ട്പുട്ട് ടാക്സ് മാത്രമേ അടയ്ക്കാൻ പറ്റൂ. ഇൻട്രസ്റ്റോ പെനാൽറ്റിയോ ലേറ്റ് ഫീ ഒന്നും അടയ്ക്കാൻ പറ്റില്ല. സോ ദ ആൻസർ ഈസ് എ. Answer is A. Okay. Now let's move to the next question. Question number 13. Analyze it all. Okay. How is the aggregate turnover calculated for determining threshold limit for registration? അപ്പോൾ ഇവിടെ ചോദ്യം അല്ലെങ്കിൽ ടോപ്പിക് സെക്ഷൻ 2 ക്ലോസ് 6 ആണ്. അഗ്രിഗേറ്റ് ആണ് ഡെഫിനേഷൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഡെഫിനേഷൻസ് വായിക്കുമ്പോൾ aggregate value of all taxable supplies excluding value of inward supplies on which tax is payable by a person on reverse charge basis and interstate supply except supply and goods or services. B, aggregate value of taxable supplies excluding value of inward supplies on which tax is payable by a person on reverse charge basis, exempt supplies, export of goods and interstate supplies of a person computed for each state. See, അപ്പോൾ ഇതിനകത്ത് ഫേസ്റ്റിനകത്ത് ഈ എക്സ്പോർട്ടറെ പറ്റിയൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊരു കംപ്ലീറ്റ് ഡെഫിനിഷൻ അല്ല. രണ്ടാമത്തതിൽ ഇവർ ഫോർ ഈച്ച് സ്റ്റേറ്റ് സെപ്പറേറ്റ്ലി എന്ന് പറയുന്നുണ്ട്. അത് ശരിയല്ല. അഗ്രിഗേറ്റ് ആണോ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത് ഓൾ ഇന്ത്യ ബേസിസിൽ ഒരു പാനൽ ഇന്ത്യയിൽ എവിടെയൊക്കെ ജനറേറ്റ് ചെയ്യുന്നു അതൊക്കെ നമ്മൾ കൂട്ടണം. ഓക്കെ, ഫൈൻ. ഇനി സി എന്താണ്? അഗ്രിഗേറ്റ് വാല്യൂ ഓഫ് ഓൾ ടാക്സബിൾ സപ്ലൈസ് ഇൻട്രാ-സ്റ്റേറ്റ് സപ്ലൈസ് എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് എക്സം സപ്ലൈസ് ഓഫ് എ പേഴ്സൺ ഹാവിംഗ് സെയിം പാൻ കമ്പ്യൂട്ടഡ് ഫോർ ഈച്ച് സ്റ്റേറ്റ് സെപ്പറേറ്റ്ലി. അഗെയിൻ തെറ്റാണ്. ഈച്ച് സ്റ്റേറ്റ് സെപ്പറേറ്റ്ലി അല്ല. പിന്നെ ഒരു ഇൻട്രാ-സ്റ്റേറ്റ് കൂടുന്നതിനെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, ഫൈൻ. ഇനി നമുക്ക് ഡി നോക്കിക്കഴിഞ്ഞാൽ aggregate value of all taxable supplies excluding the value of inward supplies on which tax is payable by a person on reverse charge basis, exempt supplies, export of goods and services and interstate supply of a person having PAN computed on all India basis excluding taxes if any
charged under CGST Act, SGST Act, IGST Act. ഇതാണ് അതിന്റെ പക്ക പെർഫെക്റ്റ് ഡെഫിനിഷൻ അല്ലെ. നമ്മൾ അഗ്രിഗേറ്റ് ടേൺ ഓവർ കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഓൾ ഇന്ത്യ ബേസിലാണ് കമ്പ്യൂട്ട് ചെയ്യാം. ഓക്കെ, ആ ഓൾ ഇന്ത്യ ബേസിൽ കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈയും ഇന്റർ സ്റ്റേറ്റ് സപ്ലൈയും ടാക്സബിൾ സപ്ലൈയും എക്സ്പോർട്ട് സപ്ലൈയും എക്സം സപ്ലൈയും എല്ലാം ടോട്ടൽ ചെയ്യും. എന്നാൽ GSTയും ഇൻവേർഡ് RCയും കൂട്ടില്ല. ഇങ്ങനെ കമ്പ്യൂട്ട് ചെയ്യുന്നത് ഓൾ ഇന്ത്യ ബേസിസിലാണ് എന്ന് പറയുന്നത് ഈ പെർട്ടിക്കുലർ പ്രൊവിഷനാണ്, അല്ലെങ്കിൽ ഈ ഡി എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. അതുകൊണ്ട് കറക്റ്റ് ആൻസർ ഇസ് ഗോയിങ് ടു ബി ഡി. ക്ലിയർ ആയെന്ന് വിചാരിക്കും. ഓക്കെ, നെക്സ്റ്റ് ലെറ്റ്സ് ലുക്ക് അറ്റ് ക്വസ്റ്റ്യൻ നമ്പർ 14. ചെയ്ത് നോക്കൂ. സോ ക്വസ്റ്റ്യൻ നമ്പർ 14 നോക്കി നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. Within how many days a person should apply for registration under GST apart from provisions of voluntary registration? അപ്പോൾ ഒരാൾ വോളണ്ടറി ആയിട്ട് അല്ലാതെ രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് അയാൾ ലയബിൾ ആയിട്ട് എത്ര ദിവസത്തേക്കും അപ്ലൈ ചെയ്യണം? ഇത് ഏതാണ് സെക്ഷൻ? ദിസ് ഇസ് സെക്ഷൻ 25, പ്രൊസീജിയർ ഫോർ രജിസ്ട്രേഷൻ. ഓക്കെ, അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇഫ് എ പേഴ്സൺ ബിക്കംസ് ലയബിൾ ഫോർ രജിസ്ട്രേഷൻ they should apply for registration within 30 days. Then the answer is going to be B, that is 30 days. Okay, fine. Now let's move to the next question. Question number 15. Okay, അപ്പോൾ question ഇവിടെയും ഓപ്ഷൻസ് നെക്സ്റ്റ് പേജിലാണ്. ഇറ്റ്സ് ഫൈൻ, നിങ്ങൾ ആദ്യം ക്വസ്റ്റ്യൻ വായിച്ചോളൂ. ഓക്കെ, ഇത്രയും വായിച്ചു. അപ്പോൾ ബേസിക്കലി നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ചോദ്യം ഫൈനൽ റിട്ടേൺ എപ്പോൾ ഫയൽ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഓപ്ഷൻസ് ഉണ്ട്. എ നോക്കുക, ഓൾറൈറ്റ്. ബി സി ഡി നോക്കൂ. നോക്കി നിങ്ങൾ അനലൈസ് ചെയ്തു കണ്ടുപിടിച്ചു അല്ലേ? നമുക്കൊന്ന് നോക്കാം. സി, കാലിം ആൻഡ് അസോസിയേറ്റ്സ് made an application for cancellation of GST registration in the month of March due to closure of its business. ഇപ്പോൾ ബിസിനസ് ക്ലോസ് ചെയ്യുന്ന കാരണം അവർ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യണം. Its application for cancellation of GST registration was approved with effect from 4th September by the proper officer by passing an order for the same on 14th September. അപ്പോൾ 4th സെപ്റ്റംബറിനാണ് അപ്രൂവ് ആയിരിക്കുന്നത്. അതായത് രജിസ്ട്രേഷൻ cancellation was approved with effect from 4th September. എന്നാൽ അതിന്റെ ഓർഡർ പാസ് ആയിരിക്കുന്നത് 14th September ആണ്. അപ്പോൾ 2 ഡേറ്റ് ഉണ്ട്. ആനുവൽ റിട്ടേൺ എപ്പോൾ ഫയൽ ചെയ്യണം എന്നുള്ളതാണ് ചോദ്യം. സോറി, ആനുവൽ അല്ല, ഫൈനൽ റിട്ടേൺ എപ്പോൾ ഫയൽ ചെയ്യണം എന്നുള്ളതാണ് ചോദ്യം. ഫൈനൽ റിട്ടേൺ ഡ്യൂ ഡേറ്റ് എപ്പോഴാണ്? അത് സംസാരിക്കുന്നത് വിത്തിൻ 3 months ആണ്. 3 months ഫ്രം വാട്ട്? 3 months ഫ്രം 2 dates. ആ 2 ഡേറ്റിൽ വിച്ച് എവർ ഈസ് ലേറ്റർ. ഏതൊക്കെയാണ് 2 ഡേറ്റുകൾ? ഒന്ന്, എന്നാണ് ഈ പറയുന്ന ക്യാൻസലേഷൻ ഓർഡർ പാസ്സായിരിക്കുന്നത്, ഓർ വിത്ത് എഫക്ട് ഫ്രം വിച്ച് ഡേറ്റ്. ഈ 2 ഡേറ്റില് വിച്ച് എവർ ഈസ് ലേറ്റർ എടുക്കാം. അതായതാണ് 14th September. അതിന്റെ കൂടെ നിങ്ങൾ 3 മാസം കൂട്ടണം. അപ്പൊ ഏതാണ്? ഒക്ടോബർ, നവംബർ, ഡിസംബർ. 14th December ആണ് ആൻസർ. നോക്കിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷൻ നമ്പർ ഡി ഉണ്ട്. ദാറ്റ് ഈസ് യുവർ കറക്റ്റ് ആൻസർ. ഓക്കെ, ഫൈൻ. So that's the answer for this particular question. Okay, fine. Section 45 ട്ടോ. Section 45 final letter. Okay, now question number 16 നോക്കിയേ. Okay, Silo and Co has 3 branches, Jalandhar, Amritsar, Ludhiana in the state of Punjab. ഇതിനകത്ത് അപ്പോൾ ഈ 3 സ്ഥലങ്ങൾ എവിടെ തന്നെയാണ്? പഞ്ചാബിൽ തന്നെയാണ്. അതിൽ അമൃത്സറിലും ലുധിയാനയിലും ദേ ആർ എൻഗേജ് ഇൻ സപ്ലൈ ഓഫ് ഗാർമെന്റ്സ് ആൻഡ് ജലന്ധർ ബ്രാഞ്ചിൽ അവർ ചെയ്യുന്ന സപ്ലൈ ഓഫ് ഷൂ ആണ്. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇവിടെ ഗാർമെന്റ് ആണ്, ഇവിടെ ഗാർമെന്റ്സ് ആണ്, ഇവിടെ ഷൂ ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഓപ്ഷൻസ് ആർ അവൈലബിൾ? ഓക്കെ, അപ്പോൾ നിങ്ങൾ 3 ഓപ്ഷൻസ് വായിച്ചു അല്ലേ? സി, നിങ്ങൾക്ക് ഒരു സ്റ്റേറ്റിൽ മൾട്ടിപ്പിൾ പ്ലേസസ് ഓഫ് ബിസിനസ് ഉണ്ടെങ്കിൽ അതിന്റെ രജിസ്ട്രേഷൻ എങ്ങനെ എടുക്കാം? ആക്ച്വലി അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം. വെൻ യു ബിക്കം ലയബിൾ യു ഷുഡ് ഗെറ്റ് രജിസ്റ്റേർഡ്. ആ രജിസ്ട്രേഷൻ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റിൽ എടുക്കണം.
എന്നാൽ ആ സ്റ്റേറ്റിൽ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ സ്റ്റേറ്റ്സ് ഉണ്ടെങ്കിൽ മൾട്ടിപ്പിൾ പ്ലേസ് ഓഫ് ബിസിനസ് ഉണ്ടെങ്കിൽ ആ പ്ലേസ് ഓഫ് ബിസിനസ്സിനൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സിംഗിൾ രജിസ്ട്രേഷൻ എടുക്കാം, അല്ലെങ്കിൽ എല്ലായിടത്തും വേറെ വേറെ എടുക്കാം. ഏത് പെർമിഷൻ കോമ്പിനേഷൻ വേണമെങ്കിലും അത് ചെയ്യാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ നോക്കിയേ, they can obtain a single registration for Punjab state, declaring any one of the branches as principal place of business and other 2 branches as additional place of business. ഇത് കറക്റ്റ് ആണ്, ഇത് വേണമെങ്കിൽ ചെയ്യാം. ഇനി Xylo & Co can obtain registration for each of the 3 branches. അതിന് എല്ലാം സെപ്പറേറ്റ് രജിസ്ട്രേഷൻ എടുക്കാം, അതും ചെയ്യാം. Xylo & Co can obtain one registration for the shoe business and another one for the garments. അതായത് അമൃത്സറിലും ലുധിയാനയിലേക്കുള്ളതും കൂടെ ഒരെണ്ണം എടുക്കാം, എന്നിട്ട് ജലന്ധറിലേക്ക് വേറെണ്ണം എടുക്കുക. ചെയ്യാൻ പറ്റുമോ? ഇതും ചെയ്യാൻ പറ്റും. ഈ ഓപ്ഷൻ അവൈലബിൾ ആണ്. ഏതാണ് നമ്മൾ സംസാരിക്കുന്ന ടോപ്പിക്? സെക്ഷൻ 25, പ്രൊസീജിയർ ഫോർ രജിസ്ട്രേഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ ഓപ്ഷൻ either 1, 2 or 3, 3 ഓപ്ഷനും ഇവിടെ പോസിബിൾ ആണ്. ഓക്കെ, ഡൺ. ഇനി നമുക്ക് ക്ലിയർ ആണ്. ലെറ്റ്സ് മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 17 നോക്കൂ. Okay, what is the validity of registration certificate granted under GST for a normal taxpayer? ഒരു സാധാരണ രജിസ്റ്റേർഡ് പേഴ്സൺ, ഓക്കെ, അയാള് GST രജിസ്ട്രേഷന് അപ്ലൈ ചെയ്തിട്ട് രജിസ്ട്രേഷൻ കിട്ടിയ സമയത്ത് ആ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റി എത്ര കാലമാണ്? രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിന് അങ്ങനെ ഒരു വാലിഡിറ്റി ഇല്ല. ഓക്കെ, ഒന്നില്ലെങ്കിൽ നമ്മൾ രജിസ്റ്റേർഡ് പേഴ്സൺ സ്വമേധയാ ക്യാൻസൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ക്യാൻസൽ ചെയ്യുന്നു. ആ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡ് വരെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റി ഉണ്ട്. ഓക്കെ, അപ്പൊ അതിന് ഉത്തരം എന്താണ്? ഇറ്റ് ഈസ് വാലിഡ് ടിൽ ഇറ്റ് ഈസ് ക്യാൻസൽഡ്. ഓപ്ഷൻ സി, വാലിഡ് ടിൽ ഇറ്റ്സ് ക്യാൻസൽഡ്. ക്ലിയർ. സോ ലെറ്റ്സ് മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 18. ക്വസ്റ്റ്യൻ 18 നമ്മൾ ചെറിയൊരു കാര്യം ശ്രദ്ധിക്കണം. അതായത് ഈ പ്രൊവിഷൻ ആക്ച്വലി അമെൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇത് അമെൻമെന്റിന് മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ള ICAയുടെ ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യനിൽ ആക്ച്വലി തന്നിരിക്കുന്ന ആൻസർ നമുക്ക് വേണ്ട ഓപ്ഷൻ അല്ല, നമുക്ക് വേണ്ട ഓപ്ഷൻ ഇതിനകത്ത് ഇല്ല. ഓക്കെ, അതായത് ഇവർ ചോദിച്ചത് എന്താണ്? വിത്തിൻ ഹൗ മെനി ഡേയ്സ് ആൻ ആപ്ലിക്കേഷൻ ഫോർ റിവോക്കേഷൻ ഓഫ് ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ ക്യാൻ ബി മെയ്ഡ് പ്രൊവൈഡഡ് നോ എക്സ്റ്റൻഷൻ ടു ദ സെറ്റ് ടൈം ലിമിറ്റ് ഹാസ് ബീൻ ഗ്രാൻഡഡ്. അപ്പോൾ ഇവിടെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. വിത്തിൻ 7 days, 15, 45, 30 മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. ഇത് സെക്ഷൻ 30 ആണ്, റിവോക്കേഷൻ ഓഫ് ക്യാൻസലേഷൻ. ആൻഡ് ഈ പ്രൊവിഷൻ അമെൻഡ് ചെയ്തിട്ടുണ്ട്. ആസ് പെർ ദ ലേറ്റസ്റ്റ് അമെൻമെന്റ് നമുക്ക് ക്യാൻസലേഷൻ ഓർഡർ കിട്ടിയിട്ട് 90 days ടൈം ഉണ്ട് റിവോക്കേഷൻ അപ്ലൈ ചെയ്യാൻ. എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും, ഫോർ എ ഫർദർ 180 days. അപ്പോൾ അത് ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള അമെൻമെന്റ് വീഡിയോസിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾ ആ അമെൻമെന്റ് PDF നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ ദാറ്റ്സ് ഓൾ ഡൺ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവിടെ 4 ഓപ്ഷൻ എടുക്കാൻ പറ്റില്ല. എയും ബിയും സിയും ഡിയും അല്ല, അത് വിത്തിൻ 90 days ആണ്. ഓൾറൈറ്റ്, ഫൈൻ. ലെറ്റ്സ് മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 19 നോക്കൂ. ഈസി അല്ലെ? Can a registered person under composition scheme collect GST on his outward supplies from his recipients? അപ്പൊ again കോമ്പസിഷൻ സ്കീമാണ് വിഷയം. സെക്ഷൻ 10. കോമ്പസിഷൻ സ്കീമിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക്, ഒരു എൻറ്റിറ്റിക്ക് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് GST കളക്ട് ചെയ്യാൻ സാധിക്കുമോ? The answer is no. 10 subsection 4. The answer is no. So the answer is D. Okay, yes in all cases എന്ന് പറയാൻ പറ്റില്ല. നോട്ടിഫൈഡ് ഗുഡ്സ് ഒന്നുമില്ല, അങ്ങനെ ഒന്നുമില്ല. നോട്ടിഫൈഡ് ഗുഡ് സർവീസ് ഒന്നും ചെയ്തിട്ടില്ല. Absolutely, this person cannot collect GST from customer. കോമ്പസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യുമ്പോൾ ആ ഓപ്റ്റ് ചെയ്യുന്ന എൻറ്റിറ്റിക്ക് വരുന്ന പ്രധാനമായിട്ട് 2 ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഓക്കെ, ഒന്ന് ഇതാണ്, he cannot collect GST from the customer. Okay, second one, he will not be able to avail ITC. Okay, fine. Now, question 20 നോക്കൂ. Okay, which of the following activities is a supply of service? Okay, supply of service ആവുന്നത് ഏതാന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചാൽ മനസ്സിലാവും. ഇത് ആക്ച്വലി ഫോക്കസ് ചെയ്യുന്നത് ഷെഡ്യൂൾ 2 ആണ്. ഓക്കെ, ഷെഡ്യൂൾ 2. അപ്പൊ താഴെ പറഞ്ഞ ട്രാൻസാക്ഷൻസിൽ നമ്മൾ ഷെഡ്യൂൾ 2 എന്താണ്? ട്രാൻസാക്ഷൻ ഗുഡ് ആണോ അതോ സർവീസ് ആണോ എന്ന് പറയുന്ന ഒരു ഷെഡ്യൂൾ ആണ് അല്ലെ? അതിന് ഒത്തിരി ട്രാൻസാക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അവിടെ തന്നെ ഒരു പറയുന്നുണ്ട് ഗുഡ് ആണോ സർവീസ് ആണോ എന്നുള്ളത്. അപ്പൊ നമുക്ക് ഓരോന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ട്രാൻസ്ഫർ ഓഫ് റൈറ്റ് ഇൻ ഗുഡ്സ്
undivided share in goods without transfer of title in goods. So there is no transfer of title in goods. It's just the right to use. This is supply of service. അടുത്ത transfer of title in goods. That's basically goods. Supply of goods ആണ്. Transfer of title in goods under an agreement which stipulates that property shall pass at a future date upon payment of full consideration as agreed. ഇത് ഹയർ പർച്ചേസ് സിസ്റ്റം ആണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദാറ്റ് ഈസ് സപ്ലൈ ഓഫ് ഗുഡ് എന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആക്ച്വലി ഒരു ഒറ്റ ഓപ്ഷനേ ഉള്ളൂ സപ്ലൈ ഓഫ് സർവീസ് വരുന്നത്. ദാറ്റ് ഈസ് ഓപ്ഷൻ എ. ഓക്കെ ഫൈൻ. ലെറ്റ്സ് മൂവ് ഓൺ ടു 21. ഓക്കെ 21 നിങ്ങൾ ആദ്യം ക്വസ്റ്റ്യൻ വായിക്കും, എന്നിട്ട് നമുക്ക് ഞാൻ അടുത്ത പേജും കൂടെ കാണിക്കാം. വായിച്ചു. പി ലിമിറ്റഡ് ഹാസ് ഇറ്റ്സ് രജിസ്റ്റേർഡ് ഓഫീസ്. അപ്പൊ നിങ്ങൾ അടുത്ത പേജ് ഇവിടെ നിന്ന് കണ്ടോളൂ, സോ ദാറ്റ് നിങ്ങൾക്ക് ആൻസർ ലോക്കിൻ ചെയ്യാനായിട്ട്. സെറ്റ്. ലെറ്റ്സ് സീ. P Limited has its registered office under Companies Act 2013 in the state of Maharashtra, from where it ordinarily carries on its business of taxable goods. It also has a warehouse in the state of Telangana for storing the said goods. അപ്പോൾ ഇവർ ഓൾറെഡി നിൽക്കുന്ന മഹാരാഷ്ട്രയാണ്, ഇവർക്ക് തെലങ്കാനയിൽ ഒരു വെയർ ഹൗസ് ഉണ്ട്. വാട്ട് വിൽ ബി ദ പ്ലേസ് ഓഫ് ബിസിനസ് ഓഫ് പി ലിമിറ്റഡ് അണ്ടർ ദ GST ലോ? പ്ലേസ് ഓഫ് ബിസിനസിന്റെ ഡെഫിനിഷനിൽ വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. നമുക്ക് നോർമലി നമ്മൾ ഗുഡ്സോ സർവീസോ നോർമലി ബിസിനസ് ചെയ്യുന്ന സ്ഥലം ഏതാണോ അത് പ്ലേസ് ഓഫ് ബിസിനസ് ആണ്. അതിനൊപ്പം തന്നെ എനിക്കൊരു വെയർ ഹൗസോ ഗോഡൌണോ ഉണ്ടെങ്കിൽ അതും പ്ലേസ് ഓഫ് ബിസിനസ് ആണെന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ ആക്ച്വലി തെലങ്കാനയും അതുപോലെ തന്നെ മഹാരാഷ്ട്രയും ഈ രണ്ട് സ്ഥലത്തുള്ള, അതായത് ഒരു സ്ഥലത്ത് മെയിൻ ആയിട്ടുള്ളത് ഓഫീസാണ്, രണ്ടാമത് വെയർ ഹൗസ് ആണ്, അത് രണ്ടും പ്ലേസ് ഓഫ് ബിസിനസ് ആണ്. സോ ദ ആൻസർ ഈസ് സി, ബോത്ത് എ ആൻഡ് ബി. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ 22 നോക്കൂ. ഓക്കെ, an exempt supply includes supply of goods or service or both which attracts nil rates. അപ്പോൾ ഒരു exempt supply എന്താണെന്ന് ചോദിക്കുന്നത് 2 clause 47. exempt supply എന്താണ്? അപ്പോൾ exempt supply ഇവർ ആദ്യം പറഞ്ഞു supply of goods or services which attracts nil rate of tax. nil rated supply അതെ exempted supply ആണ്. നോൺ ടാക്സബിൾ സപ്ലൈ അതെ exempt സപ്ലൈ ആണ്. ഏതാണ് ഈ നോൺ ടാക്സബിൾ സപ്ലൈ എന്ന് പറയുന്നത്? നമ്മുടെ 6 സപ്ലൈസിന് GST ഇല്ല എന്നുള്ള കാര്യം ആക്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, സെക്ഷൻ 9 തന്നെ പറഞ്ഞിട്ടുണ്ട്. ആൽക്കഹോൾ ലിക്കർ ഫോർ ഹ്യൂമൻ കൺസംപ്ഷൻ, പെട്രോൾ, ഡീസൽ, ഏവിയേഷൻ ടർബൈൻ ഫ്യൂൽ, നാച്ചുറൽ ഗ്യാസ്, ക്രൂഡ് ഓയിൽ, ഈ പറഞ്ഞ 6 സപ്ലൈ. അപ്പൊ അതിന് അത് എക്സംപ്റ്റഡ് ആണ്, അതിന് GST ഇല്ല എന്ന് ആക്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതാണ് നോൺ ടാക്സബിൾ സപ്ലൈ എന്ന് പറയുന്നത്. യെസ്, ദിസ് ഇസ് ഓൾസോ എക്സംപ്റ്റഡ് സപ്ലൈ. Next is supply of goods or services or both which are wholly exempt from tax under section 11 or section 6 of IGST Act. That is also exempted supply. All right, so 1, 2 and 3, all the 3, which means D ആണ് നിങ്ങളുടെ ആൻസർ. Okay, fine. Let's move to the next question. Question number 23. നോക്കാം നമുക്ക്. Which of the following services are exempt from GST? A, B, C, D. അപ്പോൾ വീണ്ടും എക്സംപ്ഷൻസ് ആണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു സെക്ഷൻ 11 നോട്ടിഫിക്കേഷൻ 12/2017. Okay. Services by an artist by way of performance in classical art form of painting, sculpture making, etc. with consideration thereof not exceeding 1.5 lakhs. കൺസിഡറേഷന്റെ ലിമിറ്റ് ഒക്കെ പറഞ്ഞിരിക്കുന്നത് കറക്റ്റ് ആണ്, പക്ഷെ അതിനകത്ത് സ്കൾപ്ചർ മേക്കിംഗ് ഇല്ല. സോ ദിസ് ഇസ് ആക്ച്വലി എ ടാക്സബിൾ സപ്ലൈ. ദിസ് ഇസ് നോട്ട് എക്സംപ്റ്റഡ്. അടുത്തത് സർവീസസ് ബൈ ആൻ ആർട്ടിസ്റ്റ് ബൈ വേ ഓഫ് പെർഫോമൻസ് ഇൻ മോഡേൺ ആർട്ട് ഫോംസ്. പോയി, മോഡേൺ ആർട്ട് ഫോം അല്ല. ഓക്കെ, അത് ക്ലാസിക്കൽ അല്ലെങ്കിൽ ഫോക്ക് ആർട്ട് ഫോം ആണെന്ന് സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നം കാരണം ദിസ് ഇസ് ഓൾസോ ടാക്സബിൾ. സർവീസ് ബൈ ആൻ ആർട്ടിസ്റ്റ് ബൈ വേ ഓഫ് പെർഫോമൻസ് ഇൻ വായിക്കുന്ന സി ആണ്, പെർഫോമൻസ് ഇൻ ഫോക്ക് ഓർ ക്ലാസിക്കൽ ആർട്ട് ഫോം ഓഫ് മ്യൂസിക്, ഡാൻസ്, തിയേറ്റർ. ഇതുവരെ വളരെ ശരിയാണ്. വിത്ത് കൺസിഡറേഷൻ ദെയർ ഓഫ് എക്സീഡിങ് 1.5 lakhs. പോയി, എക്സീഡിങ് അല്ലല്ലോ വേണ്ടത്, 1.5 lakhs താഴെയല്ല വേണ്ടത്. ഡി, സർവീസസ് ബൈ ആൻ ആർട്ടിസ്റ്റ് ബൈ വേ ഓഫ് performance in folk or classical art form of music, dance or theatre with consideration thereof not exceeding 1.5 lakhs. Perfect. ഇതാണ് കറക്റ്റ് പ്രൊവിഷൻ. So the answer is D. താഴെ പറഞ്ഞതിൽ ഏതാണ് എക്സെപ്റ്റ് എന്നല്ല ചോദിച്ചിരിക്കുന്നത്. It's going to be D. Okay, fine. Now let's move on to question number 24.
രണ്ട് പാർട്ടാണ്, ആദ്യത്തെ വായിച്ചോളൂ. ഓക്കെ, വായിച്ചോളൂ എന്ന് പറയുന്നിടത്തല്ല, നിങ്ങൾ പോസ് ചെയ്ത് വായിക്കുക. നിങ്ങളിൽ PDF ഉണ്ടെങ്കിൽ ഫൈൻ, ഡയറക്റ്റ് അല്ലെങ്കിൽ പ്രിന്റഡ് മെറ്റീരിയൽ ഉണ്ടെങ്കിൽ നേരെ അതിലേക്ക് നോക്കിയെടുക്കാം. ഓക്കെ ഫൈൻ. സി സർവീസ് ബൈ വേ ഓഫ് അഡ്മിഷൻ ടു ഡാഷ് ഈസ് നോട്ട് എക്സം ഫ്രം GST. അപ്പൊ താഴെ പറയുന്നതിൽ എക്സംപ്റ്റഡ് അല്ലാത്തത് ഏതാന്നുള്ളതാണ് ചോദ്യം. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. മ്യൂസിയം എക്സംപ്റ്റർ ആണ്, എൻട്രി ഫീ എക്സംപ്റ്റർ ആണ്, നാഷണൽ പാർക്ക് എക്സംപ്റ്റർ ആണ്, ടൈഗർ റിസർവ് എക്സംപ്റ്റർ ആണ്, റെക്കഗ്നൈസ് സ്പോർട്ടിംഗ് ഇവന്റിന് എക്സംഷൻ ഉണ്ട്. പക്ഷേ വേർ ദ അഡ്മിഷൻ ടിക്കറ്റ് എക്സീഡ്സ് ₹500 ആണെങ്കിൽ അത് ടാക്സബിൾ ആണ്. 500 രൂപ വരെ എൻട്രി ടിക്കറ്റിന് ഒരു ലിമിറ്റ് ഉണ്ട്, അതൊരു കണ്ടീഷണൽ എക്സംഷൻ ആണ്. ഇവിടെ എൻട്രി ടിക്കറ്റ് എത്രയാണ്? 600 രൂപയാണ്. അതുകൊണ്ട് ദിസ് ഇസ് ഗോയിങ് ടു ബി ദ ടാക്സബിൾ കേസ്. ഡി ആണ് ആൻസർ. ഓക്കെ ഫൈൻ. ലെറ്റ്സ് മൂവ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 25 നോക്കൂ. Okay. Discounts given after the supply has been effected is deducted from the value of taxable supply. അപ്പോൾ വിഷയം വാല്യൂ ഓഫ് സപ്ലൈ ആണ്, സെക്ഷൻ 15. ഓക്കെ, ആൻഡ് ഡിസ്കൗണ്ട് എന്ന ഒരു പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് സെക്ഷൻ 15 സബ്സെക്ഷൻ 3 ആണ് ടോപ്പിക്. നമ്മൾ 15C ഇന്റർണൽ പഠിക്കുമ്പോൾ 3 കേസുകളാണുള്ളത്. 15 സബ്സെക്ഷൻ 1, സബ്സെക്ഷൻ 2, സബ്സെക്ഷൻ 3. 1 talks about transaction value, 2 talks about additions, 3 talks about deductions, basically discount method. ഓക്കെ, അപ്പോൾ ദിസ് ഡിസ്കൗണ്ട് ഇസ് ഗിവൺ ആഫ്റ്റർ സപ്ലൈ. അപ്പൊ സപ്ലൈക്ക് ശേഷം കൊടുത്ത ഡിസ്കൗണ്ട് എപ്പോൾ ഡിഡക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ചോദ്യം. നമുക്ക് നോക്കാം. ഫസ്റ്റ് കേസ്, സച്ച് ഡിസ്കൗണ്ട് ഇസ് ഗിവൺ ആസ് പെർ ദി എഗ്രിമെന്റ് എൻറ്റേർഡ് ഇൻ ടു അറ്റ് ഓർ ബിഫോർ ദ ടൈം ഓഫ് സച്ച് സപ്ലൈ. ഇമ്പോർട്ടൻറ്റ്, ഇതൊരു കണ്ടീഷൻ ആണ്. അവിടുത്തെ സപ്ലൈ നടക്കുന്നതിന് മുന്നേ തന്നെ എഗ്രിമെന്റ് വേണമെന്നുണ്ട്. സച്ച് ഡിസ്കൗണ്ട് ഈസ് ലിങ്ക് ടു ദ റെലവന്റ് ഇൻവോയ്സ്. ഓഫ് കോഴ്സ് ഒരു പെർട്ടിക്കുലർ ഇൻവോയ്സിലേക്ക് ആയിരിക്കണം ആ പറയുന്ന ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. കറക്റ്റ് ആണ്. ഇനി പ്രപ്പോർഷനേറ്റ് ITC is reversed by the recipient of supply. That is also correct. അപ്പോൾ ഇതും കറക്റ്റ് ആണ്, ഇതും കറക്റ്റ് ആണ്. ITC റിവേഴ്സ് ചെയ്യണം. സപ്ലയർ ഇൻവോയ്സ് റേസ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഫുൾ എമൗണ്ട് ആയിരിക്കും കാണിച്ചിട്ടുണ്ടാവാം. റെസിപ്പിയന്റ് ആ ഇൻവോയ്സിലുള്ള ഇൻപുട്ട് ടാക്സ് ITC ആയിട്ട് ക്ലെയിം ചെയ്തിട്ടുണ്ടാവും. പിന്നീട് ഈ സപ്ലയർ ഇതിന് ഡിസ്കൗണ്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ITC റെസിപ്പിയന്റ് റിവേഴ്സ് ചെയ്യണം. ഓക്കെ, അതൊരു ഇൻഡെപ്ത് ഡിസ്കഷൻ വേണ്ടതാണ്. ഐ ഹോപ്പ് യു ഹാവ് ഓൾറെഡി സ്റ്റഡീഡ് ദാറ്റ്. നമ്മൾ ക്ലാസ്സിലൊക്കെ ഇൻഡെപ്ത് ആയിട്ട് അനലൈസ് ചെയ്തൊരു ടോപ്പിക് ആണത്. അവിടെ ക്രെഡിറ്റ് നോട്ട് റേസ് ചെയ്യേണ്ടത് എങ്ങനെയെന്നൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. എനിവേ, അപ്പൊ ഇവിടത്തെ ഉത്തരത്തിൽ ഇത് മൂന്നും അപ്ലിക്കബിൾ ആണ്. സോ ദ ആൻസർ ഈസ് ഡി. ആൻസർ ഈസ് ഗോയിങ് ടു ബി ഡി. നെക്സ്റ്റ് ലെറ്റ്സ് മൂവ് ഓൺ ടു ക്വസ്റ്റ്യൻ 26. ചെയ്തു നോക്കൂ. Okay. So, which of the following statements are correct? Revocation of cancellation of registration under SGST or UTGST Act shall be deemed to be revocation of cancellation of registration under CGST Act. Correct ആണ്. Revocation section 30. ഒരു ആക്ടിൽ റിവോക്ഡ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഡീംഡ് ആസ് അതർ ആക്ടിലും റിവോക്ഡ് ആണ്. This is correct. Okay. Cancellation of registration under SGST Act or UTGST Act shall be deemed to be cancellation of registration under CGST Act. That's also correct. ഒരു ആക്ടിൽ ക്യാൻസൽ ആണെങ്കിൽ മറ്റേ ആക്ടിലും ഡീംഡ് ടു ബി ക്യാൻസൽഡ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോഴേ വായിച്ചാൽ മനസ്സിലായി കാണും. അടുത്ത 2 പോയിന്റ് ഇത് അല്ലാന്നല്ലേ പറയുന്നത്. റിവോക്കേഷൻ ഓഫ് ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ അണ്ടർ SGST or UTGST Act ഷാൽ നോട്ട് ബി ഡീംഡ് ടു ബി റിവോക്കേഷൻ ഓഫ് ക്യാൻസലേഷൻ അണ്ടർ CGST Act. ഇനി ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ അണ്ടർ SGST Act or UTGST Act ഷാൽ നോട്ട് ബി ഡീംഡ്. അപ്പൊ ഇത് രണ്ടും ഷാൽ നോട്ട് ബി ഡീംഡ് എന്നാണ് പറയുന്നത്. ഇത് രണ്ടും ശരിയല്ല. അപ്പൊ താഴെ പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാണ് കറക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഉം 2 ആണ് കറക്റ്റ്. ഓക്കെ ഫൈൻ, ക്ലിയർ. ലെറ്റ്സ് മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 27. Okay. If the goods are received in lots or installments. Okay. അപ്പോൾ താഴെ നിങ്ങൾക്ക് ഓപ്ഷൻസ് വായിച്ചാൽ മനസ്സിലായി. ITC ആണ് വിഷയം. 16 സബ്സെക്ഷൻ 2 ആണ് സ്പെസിഫിക്കലി പ്രൊവിഷൻ. എന്നാൽ 16(2) കണ്ടീഷൻസ് ഫോർ അവൈലിംഗ് ITC. 5 കണ്ടീഷൻ ഉണ്ട്. അതിൽ ഒരു രണ്ടാമത്തെ സ്പെസിഫിക് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ഒരു കണ്ടീഷനിൽ ഒന്നാണ് റെസിപ്റ്റ് ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത്. ഗുഡോ സർവീസോ കിട്ടിയാൽ മാത്രമേ റെസിപ്റ്റിന് ITC എടുക്കാൻ പറ്റൂ.
ഇനി അങ്ങനെ ഗുഡോ സർവീസോ റെസിപ്പിയന്റിന് കിട്ടുന്നത്, സർവീസ് അല്ല ഗുഡ്സ് കിട്ടുന്നത് ഇൻ ലോട്ട് ആണെങ്കിൽ എപ്പോഴാണ് ITC ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്? ലാസ്റ്റ് ലോട്ട് കിട്ടുമ്പോഴാണ്. ഓക്കെ, അല്ലാതെ നമുക്ക് പ്രപ്പോർഷനേറ്റ്ലി ക്ലെയിം ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പൊ ഇവിടെ ABCD ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ദ ആൻസർ ഇസ് ഗോയിങ് ടു ബി ബി. ലാസ്റ്റ് ലോട്ട് കിട്ടുമ്പോൾ മാത്രം ITC ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ക്വസ്റ്റ്യൻ 28 നോക്കൂ. Okay. For banking companies using inputs and input services partly for taxable supplies and partly for exempt supplies, which of the following statement is true? അപ്പോൾ വിഷയം സെക്ഷൻ 17 ആണ്, അപ്പോർച്ച്മെന്റ് ഓഫ് ക്രെഡിറ്റ് ആൻഡ് ബ്ലോക്ക് ക്രെഡിറ്റ്. അവിടെയാണ് പാർഷ്യലി ഫോർ ടാക്സബിൾ ആൻഡ് എക്സംപ്റ്റ് സപ്ലൈ എന്ത് ചെയ്യണം എന്നുള്ളത് പറയുന്നത്. ഓക്കെ, ഫൈൻ. അപ്പൊ ഇവിടെ ബാങ്കിങ് കമ്പനി എന്ന് പറയുമ്പോൾ നമ്മൾ 17 സബ്സെക്ഷൻ 4 ഒന്ന് ഫോക്കസ് ചെയ്യണം. അതുപോലെ തന്നെ ടാക്സബിളും എക്സംപ്റ്റും ഉപയോഗിക്കുന്നു പറയുമ്പോൾ 17 സബ്സെക്ഷൻ 2 ഫോക്കസ് ചെയ്യണം. 2 പ്രാവശ്യം ട്രിഗർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യം വരുന്നത്, അതായത് ഇവർ സംഭവം നിങ്ങൾക്ക് മനസ്സിലെന്ന് വിചാരിക്കുന്നു. ഒരു ബാങ്കിങ് കമ്പനി അവർക്ക് ഇൻപുട്ട് സർവീസ് എല്ലാം തന്നെ പാർട്ട്ലി ടാക്സബിൾ സപ്ലൈസും അതുപോലെ തന്നെ എക്സം സപ്ലൈസും ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെ ITC ക്ലെയിം ചെയ്യാൻ പറ്റുന്നതാണ് ചോദ്യം. ഫസ്റ്റ് എന്താണ്? ITC ഷാൾ ബി കമ്പൽസറിലി റെസ്ട്രിക്റ്റഡ് ടു ക്രെഡിറ്റ് ആട്രിബ്യൂട്ടബിൾ ടു ടാക്സബിൾ സപ്ലൈസ് ഇൻക്ലൂഡിംഗ് സീറോ റേറ്റഡ് സപ്ലൈ. ഇതാണ് ആക്ച്വലി 17(2) പറയുന്നത്. ആൻഡ് ദാറ്റ്സ് ആക്ച്വലി പാർഷ്യലി കറക്റ്റ്. അതാണ് ആക്ച്വലി ചെയ്യേണ്ടത്. എന്നാൽ ബി നോക്കിയേ, 50% ഓഫ് eligible ITC on inputs and capital goods and input services shall be mandatorily taken in a month and the rest shall lapse. ഇതാണ് ബാങ്കിങ് കമ്പനിയുടെ 17(4). പക്ഷെ ഇത് ആക്ച്വലി ബാങ്കിങ് കമ്പനിക്ക് ഓപ്ഷനിലാണ്. ഇത് വേണമെങ്കിൽ മാത്രം എടുത്താൽ മതി 17(4). അതായത് അവർക്ക് 17(2) വേണോ അതോ 17(4) വേണോ എന്ന് ചൂസ് ചെയ്യാം. അപ്പൊ ഓപ്ഷൻ സി വായിച്ചു നോക്കിയേ. ബാങ്കിങ് കമ്പനി ക്യാൻ ചൂസ് ടു എക്സസൈസ് ഐദർ ഓപ്ഷൻ എ ഓർ ബി. സോ ദിസ് ഇസ് ഗോയിങ് ടു ബി എ കറക്റ്റ് ആൻസർ. Okay, fine. So option D is again repetition. This is your correct answer. We are done with question number 28. Let's move on to question number 29. Noku. Okay. A supplier takes deduction of depreciation on GST component of the cost of capital goods as per income tax 161. The supplier can. അപ്പോൾ ഇത് ആക്ച്വലി വിഷയം 16 സബ്സെക്ഷൻ 3 ആണ്. ഓക്കെ, നമ്മളൊരു ക്യാപിറ്റൽ ഗുഡ് വാങ്ങുന്ന സമയത്ത് ഡെഫിനറ്റ്ലി GST കൊടുത്തായിരിക്കും വാങ്ങിച്ചിട്ടുണ്ടാവുക. അങ്ങനെ GST കൊടുത്ത് വാങ്ങുന്ന സമയത്ത് നമ്മൾ ഇൻകം ടാക്സ് ആക്ടിൽ ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യുമ്പോൾ ആ ക്യാപിറ്റൽ ഗുഡിന്റെ കോസ്റ്റിന്റെ മുകളിൽ മാത്രമേ, അതായത് ഇൻപുട്ട് ടാക്സിന്റെ മുകളിൽ ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യരുത്. ഇനി അഥവാ നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആ എമൗണ്ടിന് കിട്ടില്ല. ഇപ്പൊ ഇവിടെ നിങ്ങൾ ഓപ്ഷൻ വായിച്ചിട്ടുണ്ട്, അവർ 50% കിട്ടും, 100%, 25%, ഇതൊന്നും പറ്റത്തില്ല. ഓപ്ഷൻ ബി, ITC is not at all available. Clear. Let's move to question number 30. വായിച്ചോളൂ. Okay. Warehousing services of dash is exempt from GST. അപ്പൊ താഴെ പറയുന്നതിൽ ഏതൊക്കെ കാര്യങ്ങളാണ് വെയർഹൗസിൽ എക്സംഷൻ കിട്ടുക? അപ്പൊ നിങ്ങൾക്ക് താഴെ വായിച്ചാൽ മനസ്സിലാവും, ഇത് ടോപ്പിക് എക്സംഷൻ റിലേറ്റഡ് ടു അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ആണ്. ഓക്കെ, സെക്ഷൻ 11 നോട്ടിഫിക്കേഷൻ 12/2017. അപ്പോ ഇതിന് താഴെ അതിന്റെ ഡീറ്റെയിൽ ഓപ്ഷൻസും കൂടി ഉണ്ട്, ഒന്നുകൂടെ അതുകൂടെ നോക്കിക്കോളൂ. നോക്കി. ഓക്കെ, അപ്പോൾ താഴെ പറയുന്നതിൽ ഏതൊക്കെ വെയർഹൗസ് ഇതിനാണ് എക്സംഷൻ കിട്ടുക? വീറ്റ്, ആപ്പിൾ, പൾസസ്, പൊട്ടറ്റോ. സി, ഈ കാണിച്ച സാധനം എല്ലാം അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് അല്ലേ? വെയർഹൗസിംഗ് ഓഫ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് എക്സംപ്റ്റഡ് അല്ലേ? അതുകൊണ്ട് the option is going to be A. That is 1, 2, 3 and 4. Okay, fine. So let's move on to the next question. Question number 31. ചെയ്തു നോക്കൂ. നോക്കി. Which of the following services in the course of furtherance of business
വിത്തൗട്ട് കൺസിഡറേഷൻ എമൗണ്ട് ടു സപ്ലൈ. ഓക്കെ, അപ്പോൾ വിത്തൗട്ട് കൺസിഡറേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലായി. ഇത് വിഷയം ഷെഡ്യൂൾ 1 ആണ്. ഞാൻ പറഞ്ഞു ഷെഡ്യൂൾ 1 4 ട്രാൻസാക്ഷൻ ഉണ്ട്. ആൻഡ് നിങ്ങൾ ഓപ്ഷൻസ് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പറയുന്ന താഴെ പറയുന്ന 4 കേസിലും ഇമ്പോർട്ട് ഓഫ് സർവീസ് ഒരു വിഷയമുണ്ട്. അത് ഷെഡ്യൂൾ 1 പാര 4 ആണ്. ഇഫ് യു ആർ ഇമ്പോർട്ടിംഗ് സർവീസ് വിത്തൗട്ട് കൺസിഡറേഷൻ ഇറ്റ് ഷാൽ ബി ഡീംഡ് ആസ് സപ്ലൈ ഇഫ് ദി ഫോളോയിങ് 2 കണ്ടീഷൻസ് ആർ ക്യുമുലേറ്റീവ്ലി സാറ്റിസ്ഫൈഡ്. Condition number 1, import must be from a related person or establishment of the same person outside the country. Condition number 2, it must be for business purpose. അപ്പോൾ ഇവർ ക്വസ്റ്റിനിൽ തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഫർദറൻസ് ഓഫ് ബിസിനസ് ഉണ്ടെന്ന് ഇവർ ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഉറപ്പാ. അപ്പൊ നമ്മൾ ഇനി എന്ത് മാത്രം നോക്കിയാൽ മതി? റിലേറ്റഡ് പാർട്ടി ആണെന്ന് മാത്രം നോക്കിയാൽ മതി ഇമ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് കേസ്, ഇമ്പോർട്ട് ഓഫ് സർവീസ് ബൈ എ പേഴ്സൺ ഇൻ ഇന്ത്യ ഫ്രം ഹിസ് സൺ വെൽ സെറ്റിൽഡ് ഇൻ USA. ഓക്കെ, അപ്പോൾ a person and his son, they are always related. It does not matter whether they are dependent. They are going to be always related. Therefore, this is going to be supply. Correct ആണ്. 2. Import of service by a person in India from his brother well settled in Germany. അവിടെ ഒരു ചേഞ്ച് ഉണ്ട്. If the brother is well settled in Germany, we can reasonably assume that this brother is actually not dependent upon this person. അപ്പോൾ നമ്മൾ സിബ്ലിങ്സിന്റെ കേസിൽ ബ്രദർ സിസ്റ്റർ ഒക്കെ പറയുന്ന സമയത്ത് അവർ റിലേറ്റഡ് ആവണമെന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണ്? ദേ ഷുഡ് ബി ഹോളി ഓർ മെയിൻലി ഡിപ്പെൻഡന്റ് ഓൺ ദിസ് പേഴ്സൺ. അപ്പൊ വെൽ സെറ്റിൽഡ് ആണെന്ന് അവർ പ്രത്യേകം എടുത്ത് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഡിപ്പെൻഡന്റ് അല്ല. അതുകൊണ്ട് ഇത് സപ്ലൈ അല്ല. ദിസ് ഇസ് നോട്ട് സപ്ലൈ. അടുത്ത് നോക്കൂ, ഇമ്പോർട്ട് ഓഫ് സർവീസ് ബൈ എ പേഴ്സൺ ഇൻ ഇന്ത്യ ഫ്രം ഹിസ് ബ്രദർ ഹോളി ഡിപ്പെൻഡന്റ് ഓൺ സച്ച് പേഴ്സൺ. യെസ്, ദാറ്റ്സ് ആക്ച്വലി ഗോയിങ് ടു ബി സപ്ലൈ. ഫ്രാൻസിലാണ്, ഇന്ത്യയുടെ പുറത്താണ്, ഹോളി ഡിപ്പെൻഡന്റ് ആണ്. അടുത്തത്, ഇമ്പോർട്ട് ഓഫ് സർവീസ് ബൈ എ പേഴ്സൺ ഇൻ ഇന്ത്യ ഫ്രം ഹിസ് ഡോട്ടർ ഹോളി ഡിപ്പെൻഡന്റ്. യെസ്, ദാറ്റ്സ് ഓൾസോ ഗോയിങ് ടു ബി സപ്ലൈ. അപ്പോൾ ഇവിടെ സപ്ലൈ അല്ലാത്തത് 2 ആണ്. ക്വസ്റ്റനിൽ ചോദിച്ചിരിക്കുന്നത് താഴെ പറയുന്ന ട്രാൻസാക്ഷനിൽ ഏതൊക്കെയാണ് സപ്ലൈ എന്നാണ്. അപ്പോൾ ഉത്തരം 1, 3 and 4, വിച്ച് മീൻസ് ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ക്വസ്റ്റ്യൻ 32. നോക്കിക്കോളൂ. Okay. Which of the following persons engage in making intrastate supplies from Uttar Pradesh as prescribed below is not eligible for composition levy? അപ്പോൾ താഴെ പറയുന്നതിൽ കോമ്പസിഷൻ ലെവി അണ്ടർ 1 or 2 എലിജിബിൾ അല്ലാത്ത ആരാണ്? ഓക്കെ, ഈവൻ ദോ their aggregate turnover does not exceed 1.5 crores in the preceding financial year. Okay, a person supplying restaurant service, ഇവർക്ക് ഓപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, they can actually opt. A person supplying restaurant service and earning bank interest, കുഴപ്പമില്ല, ചെയ്യാൻ പറ്റും. നമ്മൾ ആ മാർജിനൽ സപ്ലൈ ഓഫ് സർവീസ് ഒക്കെ പഠിക്കുമ്പോൾ ഇത് പഠിച്ചിട്ടുണ്ട്, ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല. എ പേഴ്സൺ ട്രേഡിംഗ് ഇൻ ഐസ്ക്രീം, യെസ് പറ്റും. ഓക്കെ, ഈ ഐസ്ക്രീം കഴിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും, ഐസ്ക്രീം മാനുഫാക്ചർ ചെയ്യുന്ന ആൾക്ക് കോമ്പസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. മാനുഫാക്ചർ ചെയ്യുന്ന കോമ്പസിഷൻ ഓപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല, എന്നാൽ ഐസ്ക്രീം ട്രേഡ് ചെയ്യുന്ന ആൾക്ക് ഓപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അടുത്തത്, എ പേഴ്സൺ സപ്ലൈങ് സർവീസ് ഓഫ് റിപ്പയറിംഗ് ഓഫ് ഇലക്ട്രോണിക് ഐറ്റംസ്, യെസ്, ഈ എൻറ്റിറ്റിക്ക് കോമ്പസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. സി ആക്ച്വലി പറ്റും, അത് 10(2)(a) എന്ന് പറയുന്ന സ്പെഷ്യൽ കോമ്പസിഷൻ സ്കീം ഫോർ സർവീസസ് ഓപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ അതിവിടെ ചോദിച്ചിട്ടില്ലല്ലോ. ഓക്കെ, അതുകൊണ്ട് ഇതിന്റെ കറക്റ്റ് ആൻസർ ഡി. ഓക്കെ, ഫൈൻ. നമുക്ക് ക്വസ്റ്റ്യൻ 33 നോക്കാം. ശ്രദ്ധിക്കാം. 33 2 പേജിലായിട്ടാണ്. ആദ്യം വായിച്ചോളൂ. ഓക്കെ, അടുത്ത പേജ് വായിച്ചോളൂ. ഓപ്ഷൻ ലോക്ക് ചെയ്യാം. കിട്ടി, നമുക്ക് നോക്കാം. ഓക്കെ, ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസ് ഇൻ കേസ് ഓഫ് റിവേഴ്സ് ചാർജ് മെക്കാനിസം. അപ്പൊ ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസ് സെക്ഷൻ 13 ആണ് വിഷയം. റിവേഴ്സ് ചാർജ് സ്പെസിഫിക്കലി ചോദിച്ചിരിക്കുന്നുണ്ട് 13 സബ്സെക്ഷൻ 3. ഓക്കെ, റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൽ ഇൻ ദി കേസ് ഓഫ് സർവീസ് അല്ലേ? അതെ. നമ്മൾ എപ്പോഴാണ് ടൈം ഓഫ് സപ്ലൈ വരിക? നമുക്ക് ബേസിക്കലി അവിടെ 2 ഡേറ്റ് ആണുള്ളത്. ഓക്കെ, ആ 2 ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഡേറ്റ് ഓഫ് പേയ്മെന്റ്, നെക്സ്റ്റ് ഈസ് 61st ഡേ ഫ്രം സപ്ലയേഴ്സ് ഇൻവോയ്സ്.
ഓക്കെ, ഇനി ആ ഡേറ്റ് ഓഫ് പേയ്മെന്റ് എന്ന് പറയും. അപ്പൊ പറഞ്ഞ രണ്ടെണ്ണമാണ്, ഡേറ്റ് ഓഫ് പേയ്മെന്റും 61st ഡേ ഫ്രം ഇൻവോയ്സും. ഇനി ഈ ഡേറ്റ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുമ്പോൾ തന്നെ അതും രണ്ട് ഡേറ്റ് വരാം. ഒന്ന്, നമ്മൾ ബുക്സിൽ റെക്കോർഡ് ചെയ്ത ഡേറ്റ്, അതല്ല എന്നുണ്ടെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആയ ഡേറ്റ്. ഇതിൽ വിച്ചെവർ ഈസ് ഏർലിയർ. ചുരുക്കി പറഞ്ഞാൽ ഈ 3 ഡേറ്റ് ഉണ്ടെങ്കിൽ ഈ മൂന്നിലും വിച്ചെവർ ഈസ് ഏർലിയർ. കാരണം ഈ 2 ഡേറ്റിൽ വിച്ചെവർ ഈസ് ഏർലിയർ ആണ് ആക്ച്വലി ടൈം ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. അതിൽ പേയ്മെന്റ് ഈ 2 ഡേറ്റിൽ വിച്ചെവർ ഈസ് ഏർലിയർ ആണ്. അപ്പൊ ഈ 3 ഡേറ്റിലും വിച്ചെവർ ഈസ് ഏർലിയർ. അപ്പൊ നിങ്ങൾക്ക് ഓപ്ഷൻ വായിച്ചാൽ മനസ്സിലാവും. ഓപ്ഷൻ എ, ഡേറ്റ് ഓൺ വിച്ച് പേയ്മെന്റ് ഈസ് എൻറ്റേർഡ് ഇൻ ദ ബുക്സ്. ഓപ്ഷൻ ബി, ഡേറ്റ് ഇമീഡിയറ്റ്ലി ഫോളോയിങ് 60 days എന്ന് വെച്ചാൽ 61st ഡേ. ഓപ്ഷൻ സി, ഡേറ്റ് ഓൺ വിച്ച് ദ പേയ്മെന്റ് ഈസ് ഡെബിറ്റഡ്. അപ്പോൾ ഏർലിയർ ഓഫ് എ, ബി ഓർ സി. ഡി ആണ് കറക്റ്റ് ആൻസർ. ഓൾറൈറ്റ്, ഫൈൻ. ക്വസ്റ്റ്യൻ നമ്പർ 34 നോക്കൂ. Okay, question 34. Which of the following services does not fall under the reverse charge provisions as contained in section 9 subsection 3 of CGST Act? Okay, അപ്പോൾ താഴെ പറയുന്നതിൽ റിവേഴ്സ് ചാർജ് അല്ലാത്തത് ഏതൊക്കെ എന്ന് വെച്ചാൽ ഫോർവേഡ് ചാർജ് ഏതാണ് അവർ ചോദിക്കുന്നത്. ഫസ്റ്റ് കേസ്, സർവീസസ് സപ്ലൈഡ് ബൈ ആർബിട്രൽ ട്രൈബ്യൂണൽ ടു എ ബിസിനസ് എൻറ്റിറ്റി ലൊക്കേറ്റഡ് ഇൻ ലഡാക്ക്. അവർ ലൊക്കേറ്റഡ് ഇൻ ലഡാക്ക് എന്ന് പറയാൻ കാരണം അത് ഇന്ത്യയുടെ അകത്തായിരിക്കണം. റെസിപ്പിയന്റ് മസ്റ്റ് ബി ഇൻ ഇന്ത്യ. ആൻഡ് ഓഫ് കോഴ്സ് സർവീസസ് പ്രൊവൈഡഡ് ബൈ ആർബിട്രൽ ട്രൈബ്യൂണൽ to a business entity is going to be reverse charge. Correct. Sponsorship service. നമ്മൾ പറയുന്ന നോട്ടിഫിക്കേഷൻ 13/2017 ട്ടോ. Sponsorship services provided to a partnership firm located in Jammu and Kashmir. Okay. അപ്പൊ നമ്മൾ കുറച്ച് മുമ്പ് സ്പോൺസർഷിപ്പ് സർവീസ് ഡിസ്കസ് ചെയ്തല്ലേ. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു റെസിപ്പിയന്റ് ഒരു പാർട്ണർഷിപ്പ് ഫേം ആണെന്നുണ്ടെങ്കിൽ അത് RCM ആണ്. അഗൈൻ ലൊക്കേറ്റഡ് ഇൻ ഇന്ത്യ ആണ്, സോ ഇറ്റ്സ് RCM. Sponsorship services provided to a body corporate located in Kerala. Again, നമ്മൾ സംസാരിച്ചു. That's also going to be reverse charge. Service of renting of motor vehicle for passengers provided to a recipient other than body corporate. Okay. ഇപ്പോൾ റെന്റിംഗ് ഓഫ് മോട്ടോർ വെഹിക്കിൾ കുറച്ച് ഡീറ്റെയിൽ ഡിസ്കഷൻ വേണ്ടതാണ്. റെന്റിംഗ് ഓഫ് മോട്ടോർ വെഹിക്കിൾ സർവീസിന് 2 ടൈപ്പ് റേറ്റുകൾ ഉണ്ട് അല്ലേ. ഇൻക്ലൂഡിങ്, അതായത് റെന്റ് ഇൻക്ലൂഡ്സ് ഫ്യൂവൽ, ഡസ് നോട്ട് ഇൻക്ലൂഡ് ഫ്യൂവൽ. ഓക്കെ, ഫൈൻ. എനിവേ, അതിനകത്ത് കോസ്റ്റ് ഇൻക്ലൂഡ്സ് അല്ലെങ്കിൽ റേറ്റ് ഇൻക്ലൂഡ്സ് ഫ്യൂവലിൽ മാത്രമേ ഈ റിവേഴ്സ് ചാർജിന്റെ പ്രൊവിഷൻ ട്രിഗർ ചെയ്യുള്ളൂ. അവിടെ തന്നെ അവർക്ക് 2 റേറ്റ് അപ്ലിക്കബിൾ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, 5%ഉം 12%ഉം. ക്വിക്ക് റിവിഷൻ, 12% is always going to be forward charge. 5% മാത്രമേ റിവേഴ്സ് ചാർജിന്റെ പ്രൊവിഷൻ വരുള്ളൂ. അതും when the service is provided by a body corporate to a non-body corporate, അത് forward charge ആണ്. Okay, that's going to be forward charge. ഇനി when provided by a non-body corporate to a body corporate, reverse charge ആണെന്നാണ് പറയുന്നത്. ഇപ്പൊ ഇവിടെ ഇപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്, provided to recipient other than body corporate. അപ്പൊ നോൺ ബോഡി കോർപ്പറേറ്റ് ആണല്ലോ recipient. This is going to be forward charge. Okay, fine. So the answer is D. Correct. Let's move to next question. Question number 35. ചെയ്ത് നോക്കൂ. Which of the following services are exempt from GST? ഇവിടെ എക്സംഷൻസ് നല്ലോണം ഒരു ഫോക്കസ് ചെയ്യുന്നുണ്ട്. So that's again നേരത്തെ പറഞ്ഞു സെക്ഷൻ 11 നോട്ടിഫിക്കേഷൻ 12/2017. അഡ്മിഷൻ ടു എ സർക്കസ് where the entry cost is 550 per person is taxable. കാരണം അവിടെ ലിമിറ്റ് 500 rupees ആണ്. So this is going to be taxable. Interest charge on outstanding credit card balances. Interest usually exempted ആണ്, പക്ഷെ ക്രെഡിറ്റ് കാർഡ് ഇൻട്രസ്റ്റ് ടാക്സബിൾ ആണ്, taxable. Services by an organizer to any person in respect of business exhibition held in India. അത് ഹെൽഡ് ഔട്ട്സൈഡ് ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, അത് കുറച്ചും കൂടി ഒരു CA ഫൈനൽ ലെവൽ പ്രൊവിഷൻ ആണ് അത് ആക്ച്വലി. കാരണം നമ്മൾ ഇതിന്റെ പ്ലേസ് ഓഫ് സപ്ലൈ ഒക്കെ ഫൈനലിലാണ് അനലൈസ് ചെയ്യുക. ഓക്കെ, എനിവേ, സർവീസസ് ബൈ ആൻ ഓർഗനൈസർ ടു എനി പേഴ്സൺ ഇൻ റെസ്പെക്ട് ഓഫ് എ ബിസിനസ് എക്സിബിഷൻ ഹെൽഡ് ഇൻ ഇന്ത്യ ആണെങ്കിൽ ദാറ്റ്സ് ഗോയിങ് ടു ബി ആക്ച്വലി ടാക്സബിൾ. ഔട്ട്സൈഡ് ഇന്ത്യ എക്സംപ്റ്റഡ് ആണ്. Services by a foreign diplomatic mission located in India, that is very specifically exempted. അതുകൊണ്ട് താഴെ പറയുന്നതിൽ ഏതാണ് എക്സംപ്റ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ഗോയിങ് ടു ബി D. Okay, let's look at 36. നോക്കൂ. ITC of motor vehicles used for making dash is allowed. Okay. So let's see. For transportation of goods,
യെസ് അലൗഡ്. 17(5) അത് ബ്ലോക്ക്ഡ് അല്ല, അലൗഡ് ആണ്. ടാക്സബിൾ സപ്ലൈസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചേഴ്സ്, യെസ്. മോട്ടോർ വെഹിക്കിൾ ഫോർ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചേഴ്സ് അത് ഇപ്പോൾ 30 താഴെയാണെങ്കിൽ പോലും, സീറ്റിംഗ് കപ്പാസിറ്റി 30 താഴെയാണെങ്കിൽ പോലും ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചേഴ്സ് അലൗഡ് ആണ്, അലൗഡ്. Taxable supplies of imparting training on driving is also allowed. Okay, 1, 2, 3. So the answer is D. D. Let's move on to question number 37. Chedoku. Okay. An NRTP is required to apply for registration. Okay, അപ്പോൾ യൂഷ്വലി ഒരു പേഴ്സൺ രജിസ്ട്രേഷൻ ലയബിൾ ആയി കഴിഞ്ഞാൽ വിത്തിൻ 30 days അപ്ലൈ ചെയ്യണമെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഒരു NRTP, CTP ഇവർ രണ്ടുപേരും ബിസിനസ് കമൻസ് ചെയ്യുന്നതിന് 5 ദിവസം മുമ്പെങ്കിലും അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് പ്രൊവിഷൻ. അതുകൊണ്ട് ആൻസർ ഈസ് സി. ആൻസർ ഇസ് ഗോയിങ് ടു ബി സി. ഇനി 38 നോക്കൂ. 38 നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാ. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഗ്രാന്റഡ് ടു എ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ഓർ എൻ NRTP വിൽ ബി വാലിഡ് ഫോർ, നമ്മൾ പറഞ്ഞതല്ലേ, ഒന്നില്ലെങ്കിൽ അവര് ചോദിക്കുന്ന ദിവസം, അതായത് പീരീഡ് സ്പെസിഫൈഡ് ഇൻ ദി ആപ്ലിക്കേഷൻ, ഓർ 90 days, വിച്ച് എവർ ഈസ് ഏർലിയർ. സോ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏർലിയർ ഓഫ് എ ഓർ ബി. സി ആണ് അതിന്റെ കറക്റ്റ് ആൻസർ. ഈസി. ക്വസ്റ്റ്യൻ നമ്പർ 39 നോക്കൂ. നോക്കി. In case of taxable supply of services by a non-banking financial company to other than a distinct person, invoice shall be issued within a period of, നമുക്കറിയാം നോർമലി സർവീസസ് ആണെന്നുണ്ടെങ്കിൽ ഇൻവോയ്സ് ഷാൽ ബി ഇഷ്യൂഡ് വിത്തിൻ 30 days ഫ്രം സപ്ലൈ ഓഫ് സർവീസ് ആണ്. എന്നാൽ അതൊരു നോൺ ബാങ്കിങ് കമ്പനിയോ അല്ലെങ്കിൽ ബാങ്കിങ് കമ്പനി ഒക്കെ വരുന്ന സമയത്ത്, ഇൻഷുറൻസ് കമ്പനി ഒക്കെ വരുന്ന സമയത്ത് ഇറ്റ്സ് ഗോയിങ് ടു ബി 45 days. The answer is B. So is B. Question number 40. നോക്കിക്കോളൂ. Where the goods being sent or taken on approval for sale or return are removed before the supply takes place, the invoice shall be issued. അപ്പോൾ സെക്ഷൻ 31 ആണ് വിഷയം, ഡ്യൂ ഡേറ്റ്സ് ഓഫ് ഇൻവോയ്സ്. അവിടെ നമുക്കറിയാം ഈ സെയിൽ ഓർ റിട്ടേൺ ബേസിസിൽ ഗുഡ്സ് പോകുന്ന സമയത്ത് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാനായിട്ട് അവർ 2 ഡേറ്റ് നോട്ടിഫൈ ചെയ്തിട്ട് വിച്ച് എവർ ഈസ് ഏർലിയർ എന്നാണ് പറയുന്നത്. ഏതെങ്കിലും 2 ഡേറ്റ്? ഒന്ന് അറ്റ് ദ ടൈം ഓഫ് സപ്ലൈ, 2 6 months ഫ്രം ദ ഡേറ്റ് ഓഫ് റിമൂവൽ. അതിൽ വിച്ച് എവർ ഈസ് ഏർലിയർ. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? സി. ഇറ്റ്സ് ഗോയിങ് ടു ബി സി. ഓക്കെ, 41 നോക്കൂ. കിട്ടി. Invoices shall be prepared in dash in case of taxable supply of goods and dash in case of taxable supply of services. Very easy. Section 31 ആണ്. Invoice shall be issued in triplicate, അല്ലെ? 3 കോപ്പി വേണം ഗുഡ്സിന്റെ കേസിൽ, കൺസൈനർക്ക്, കൺസൈനിക്ക്, ട്രാൻസ്പോർട്ടർക്ക്. ആൻഡ് ഇൻ ദി കേസ് ഓഫ് സർവീസസ് 2 കോപ്പി മതി, ഡ്യൂപ്ലിക്കേറ്റ്. അപ്പോൾ ഇതിന് ആൻസർ ഇസ് ഗോയിങ് ടു ബി എ. ഓക്കെ, ഫൈൻ. ലെറ്റ്സ് മൂവ് ടു ക്വസ്റ്റ്യൻ നമ്പർ 42 നോക്കൂ. Which of the following shall be discharged first while discharging the liability of a taxable person? Okay, അപ്പോൾ ഇത് സെക്ഷൻ 49 ആണ്. സെക്ഷൻ 49 അവിടെയാണ് ആ ഓർഡർ ഓഫ് ഡിസ്ചാർജ്. അതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആട്ടോ. അത് ഒന്നിൽ കൂടുതൽ തവണ CA ഇന്റർ എക്സാമിനേഷൻ ടെസ്റ്റ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണത്. ഓർഡർ ഓഫ് ഡിസ്ചാർജ് ഏതാണെന്നുള്ളത് സെക്ഷൻ 49. ഓക്കെ, ഫൈൻ. അതിൽ ഫസ്റ്റ് ഏത് ഡിസ്ചാർജ്, ഫസ്റ്റ് ഏതാണ് വേണ്ടതെന്നുള്ളതാണ് ചോദ്യം. അതിന് ഉത്തരം ആ ഓർഡർ എങ്ങനെയാണ്? ആദ്യം പ്രീവിയസ് ടാക്സ് പീരീഡ്സ്, അതിനുശേഷം കറന്റ് ടാക്സ് പീരീഡ്, അതിനുശേഷം 73, 74 മുതലായ ബാക്കി എന്തെങ്കിലും ഡിമാൻഡ് ഉണ്ടെങ്കിൽ അത്. ഓക്കെ, അപ്പോൾ ഇവർ ഫസ്റ്റ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം ഇറ്റ്സ് ഗോയിങ് ടു ബി എ. ആ ക്വസ്റ്റ്യൻ ഓർത്തിരുന്നോളൂ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, എ. Now let's move on to next question, 43 നോക്കൂ.
ഇത് നമ്മൾ ആക്ച്വലി കുറച്ചുകൂടി ഡിസ്കസ് ചെയ്തതാ. ഫൈനൽ റിട്ടേൺ എപ്പോഴാണ് ഫയൽ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തതല്ലേ. സെയിം പ്രൊവിഷൻ. ദ ആൻസർ ഇസ് ഗോയിങ് ടു ബി സി. ഓക്കെ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പ്രൊവിഷൻ ആണ് സി. നൗ ക്വസ്റ്റ്യൻ നമ്പർ 44 നോക്കൂ. Okay, question 44. Which of the following statement is true under GST law? റിലേറ്റഡ് പാർട്ടിയാണ് വിഷയം. ഓക്കെ, ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ചു. റിലേറ്റഡ് പാർട്ടിയാണ് വിഷയം. അപ്പോൾ റിലേറ്റഡ് പാർട്ടി സംസാരിക്കുന്നത് സെക്ഷൻ 15 ആണ്. സെക്ഷൻ 15ന്റെ എക്സ്പ്ലനേഷൻ ആണ് റിലേറ്റഡ് പാർട്ടി ആരാന്നുള്ളത് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വായിച്ച മനസ്സിലാക്കാണ് ഗ്രാൻഡ് പാരൻസ് ആണ് വിഷയം. ഗ്രാൻഡ് പാരൻസ് ഷാൾ ബി ട്രീറ്റഡ് ആസ് റിലേറ്റഡ് ഓൺലി ഇഫ് ദേ ആർ ഹോളി ഓർ മെയിൻലി ഡിപെൻഡന്റ് ഓൺ ദാറ്റ് പേഴ്സൺ. അതാണ് പ്രൊവിഷൻ. അപ്പോൾ എ തെറ്റാണ്. കാരണം എന്താ? ഗ്രാൻഡ് പാരൻസ് ആർ നെവർ കൺസിഡേർഡ്. തെറ്റാണ്. അടുത്ത എന്താണ്? ഗ്രാൻഡ് പാരൻസ് ആർ ഓൾവേസ് കൺസിഡേർഡ്. അതും തെറ്റാണ്. സി വായിച്ചു നോക്കൂ. ഗ്രാൻഡ് പാരൻസ് ആർ കൺസിഡേർഡ് ആസ് റിലേറ്റഡ് പേഴ്സൺസ് ടു ദെയർ ഗ്രാൻഡ് സൺ ഓർ ഗ്രാൻഡ് ഡോട്ടർ ഓൺലി ഇഫ് ദേ ആർ ഹോളി ഡിപെൻഡന്റ് ഓൺ ദെയർ ഗ്രാൻഡ് സൺ ഓർ ഗ്രാൻഡ് ഡോട്ടർ. ദാറ്റ് ഈസ് ദി കറക്റ്റ് ആൻസർ. ദാറ്റ്സ് ദി കറക്റ്റ് ആൻസർ. ഇനി ഡി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഓൺലി ഇഫ് ദേ ആർ നോട്ട് ഡിപെൻഡന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് അതും തെറ്റാണ്. കറക്റ്റ് ആൻസർ ഈസ് സി. Now let's move on to question 45. നോക്കൂ. Okay. Alcohol liquor for human consumption എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വന്നു ഇതൊരു നോൺ ടാക്സബിൾ സപ്ലൈ ആണ്. അതിന് GST ഇല്ല. ഈ സബ്ജക്ട് ടു എന്ന് പറഞ്ഞിട്ട് അവർ ABCD പറയുന്നത് എന്തായാലും ഡി അല്ല. നിങ്ങൾക്ക് പഠിക്കാനുള്ള നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്റർ GST ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ടല്ലോ. ഓക്കെ, ആ ചാപ്റ്ററിൽ ഇത് ആക്ച്വലി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അവിടെ അവർ പറയുന്നുണ്ട് എ ആൻഡ് ബി, അതായത് സ്റ്റേറ്റ് എക്സൈസ് ഡ്യൂട്ടിയും അതുപോലെ തന്നെ വാറ്റും അതിന്റെ മുകളിലേക്ക് ചാർജ് ചെയ്യാം. ഉത്തരം സി ആണ്. going to be C. Let's move on to 46. നോക്കൂ. Okay. Input tax credit shall not be available in respect of goods used for personal consumption. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇതിന് ITC കിട്ടത്തില്ല. Membership of a club provided by the employer to its employees as per the company's internal policy കിട്ടില്ല. Okay, ITC is not allowed. 17 file blocked ആണ്. Travel benefits extended to employees on vacation such as leave or home travel concession as per the company's internal policy again കിട്ടില്ല. See, ഇത് സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ ആണെങ്കിൽ കിട്ടും കേട്ടോ. കമ്പനിയുടെ പോളിസി എന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ അല്ല. ഓക്കെ, അപ്പൊ ഇതെല്ലാം തന്നെ 17 ഫയൽ ബ്ലോക്ക്ഡ് ആണ്. അപ്പോൾ ഇതിൽ ഏതൊക്കെ കിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി 1ഉം 2ഉം 3ഉം ITC ക്ലെയിം ചെയ്യാനായിട്ട് പറ്റില്ല. നെക്സ്റ്റ് 47 നോക്കൂ. നോക്കാം. Which of the following is not considered as goods under the CGST Act? താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ് ഗുഡ് അല്ലാത്തത്? അപ്പൊ ഗുഡ് അല്ലാത്തതെന്ന് പറയുമ്പോൾ നമ്മൾ 2 clause 52 ഡിസ്കസ് ചെയ്യുന്നത്. കാരണം അതിനാണ് ഗുഡ്സിന്റെ ഡെഫിനിഷൻ പറയുന്നത്. നമുക്ക് നോക്കാം. ആദ്യത്തെ ഏതാണ്? 10 പൈസ കോയിൻ ഹാവിംഗ് എ സെയിൽ വാല്യൂ ഓഫ് ₹100. അപ്പൊ ആക്ച്വലി മണി എന്ന് പറയുന്നത് ഗുഡ് അല്ല. മണി ഗുഡ് അല്ല. പക്ഷേ ഇഫ് ഇറ്റ്സ് ഹെൽഡ് ഫോർ ഇറ്റ്സ് ന്യൂമിസ്മാറ്റിക് വാല്യൂ അത് മണി അല്ല എന്ന് മണിയുടെ ഡെഫിനിഷനിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ കോയിൻ കളക്ഷൻ ഒക്കെ ഉള്ള സമയത്ത് ആ കോയിൻ ഒരു ഡിഫറെന്റ് വാല്യൂ ഉണ്ടാവും. അതിൽ എഴുതിയിരിക്കുന്നത് ഇപ്പോൾ ₹1 എന്നായിരിക്കും. പക്ഷേ അത് ഇപ്പോൾ നമുക്ക് ചില കോയിൻസ് ഒക്കെ ആമസോണിലൊക്കെ വാങ്ങാൻ കിട്ടും. ഓക്കെ, ആ കോയിനിൽ എഴുതിയിരിക്കുന്നത് ചിലപ്പോൾ ₹10 ₹5 എന്നൊക്കെ ആയിരിക്കും. പക്ഷെ അതിന് ആക്ച്വൽ വാല്യൂ 2000 3000 ആയിരിക്കും. അത് കളക്ടേഴ്സ് ഐറ്റം ആണ്. അതൊക്കെ ഗുഡ് ആണ്. അപ്പൊ അതുകൊണ്ട് 10 പൈസ കോയിൻ ഹാവിംഗ് എ സെയിൽ വാല്യൂ ഓഫ് ₹100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗുഡ് ആണ്. ഇനി ഷെയർസ് ഓഫ് അൺലിസ്റ്റഡ് കമ്പനി, ദാറ്റ് ഈസ് നോട്ട് ഗുഡ്. എന്താണ് കാര്യം? ഡെഫിനിഷനിൽ സ്പെസിഫിക്കലി സെക്യൂരിറ്റീസ് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദിസ് ഇസ് നോട്ട് എ ഗുഡ്. ലോട്ടറി ടിക്കറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് ആക്ഷണബിൾ ക്ലെയിം. ആക്ഷണബിൾ ക്ലെയിം ഗുഡ് ആണ്. അതുകൊണ്ട് ദിസ് ഇസ് ആക്ച്വലി ഗുഡ്. അപ്പൊ ഇതിൽ ഏതാണ് ഗുഡ് അല്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർ ഇസ് ഗോയിങ് ടു ബി 2, അതായത് ബി, ഷെയർസ് ഓഫ് അൺലിസ്റ്റഡ് കമ്പനിയാണ് ഗുഡ് അല്ലാത്തത്. ക്ലിയർ. നെക്സ്റ്റ് ലെറ്റ്സ് മൂവ് ഓൺ ടു 48. 48 വായിച്ചോളൂ. അടുത്ത പേജ് ഞാൻ കാണിക്കാം. ഓക്കെ, ഇതാണ് ബാക്കിയുള്ള ഓപ്ഷൻസ്.
നമുക്ക് നോക്കാം. ഓപ്ഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ. മിസ്റ്റർ രാം, എ ജ്വല്ലർ രജിസ്റ്റേർഡ് അണ്ടർ GST ഇൻ മുംബൈ വാണ്ട്സ് ടു സെൽ ഹിസ് ജ്വല്ലറി ഇൻ എ ട്രേഡ് എക്സ്പോ ഹെൽഡ് ഇൻ ഡൽഹി. അപ്പൊ ഇദ്ദേഹം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മുംബൈയിലാണ്. ഡൽഹിയിലെ ട്രേഡ് എക്സ്പോയിലേക്ക് പോവാണ്. പ്രൊവിഷൻസ് മൂവ് ചെയ്യുന്നത് CTP-ലേക്കാണ്, കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫോൾസ്? ഫസ്റ്റ് കേസ്, he needs to get registration in Delhi as a casual taxable person. The answer is correct. എടുക്കണം. അപ്പോൾ എ കറക്റ്റ് ആണ്. ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഫോൾസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്തത്, he needs to pay advance tax on estimated tax liability. അതും കറക്റ്റ് ആണ്. ഓക്കെ. CTP-യുടെ രജിസ്ട്രേഷൻ പ്രൊസീജിയേഴ്സിൽ പറയുന്നുണ്ട് എസ്റ്റിമേറ്റഡ് ടാക്സ് ലയബിലിറ്റി അഡ്വാൻസ് ആയിട്ട് കെട്ടിവെക്കണമെന്ന്. He needs to mandatorily have a place of business in Delhi. ഇത് തെറ്റാണ്. അങ്ങനെ ഒരു മാൻഡേറ്ററി പ്ലേസ് ഓഫ് ബിസിനസ് ഇല്ലാത്തത് കൊണ്ടാണല്ലോ നമ്മൾ അയാളെ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ എന്ന് വിളിക്കുന്നത്. അവിടെ ഫിക്സ്ഡ് പ്ലേസ് ഓഫ് ബിസിനസ് ഇല്ല. ഓക്കെ, സോ സി തെറ്റാണ്. ഡി, ഹി നീഡ്സ് ടു ഫയൽ GSTR 1 ആൻഡ് IFF or IFF and GSTR 3B for Delhi GSTN for the month or quarter as the case may be when he gets registered. ഇത് ആൻസർ കറക്റ്റ് ആണ്. കാരണം നമ്മൾ GSTR 1 പഠിക്കുന്നുണ്ട് സെക്ഷൻ 37, 3B പഠിക്കുന്നുണ്ട് സെക്ഷൻ 39. അപ്പൊ ഈ 37ഉം 39ഉം ഒക്കെ ആരാണ് ഫയൽ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ, ഓക്കെ, ഹു ഷാൾ ഫയൽ എന്ന് ചോദിക്കുന്ന സമയത്ത് അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ഫയൽ ചെയ്യണം. കാരണം CTP അതിനകത്ത് എക്സ്ക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പൊ CTP അത് ഫയൽ ചെയ്യണം. അതുകൊണ്ട് ഡിയും കറക്റ്റ് ആണ്. സോ ദ ആൻസർ ഇസ് ഗോയിങ് ടു ബി സി. ചോദ്യം ഇതിൽ ഏതാണ് ഫോൾസ് എന്ന് ചോദിച്ചിരിക്കുന്നത്? ദാറ്റ് ഇസ് ഗോയിങ് ടു ബി സി. അടുത്തത് ക്വസ്റ്റ്യൻ 49 നോക്കൂ. Okay, which of the following is treated as exempt supply under CGST Act? Easy. Sale of liquor, assuming that it is alcohol liquor for human consumption, yes, exempted. Supply of healthcare service by a hospital, healthcare service by a clinical establishment, exempted. Transmission of electricity by an electricity transmission utility, again specifically exempted. Okay, അപ്പോൾ ആൻസർ ഇസ് ഗോയിങ് ടു ബി ഡി, ഓൾ 3. ഓക്കെ, 50 നോക്കൂ. Okay, the question is, which of the following is a recognized system of medicine for the purpose of exemption for healthcare services? അലോപ്പതി yes recognized ആണ്, ഉനാനി recognized ആണ്, സിദ്ധ recognized ആണ്. നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ അത്. അലോപ്പതി, ഉനാനി, സിദ്ധ, ആയുർവേദ, ഹോമിയോപ്പതി, നാച്ചുറോപ്പതി എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് നമ്മൾ, അല്ലേ? ഫൈൻ. സോ ദ ആൻസർ ഈസ് ഡി, 1, 2 and 3. 3. 51 നോക്കിക്കോളൂ. ഇത്രയും നിങ്ങൾ നോക്കി. അടുത്തൊന്ന് നോക്കി നമുക്ക് ഡിസ്കസ് ചെയ്യാം. Which of the following services is exempt under healthcare services provided by clinical establishment? Chemist shop in hospital selling medicines to public at large. This is a taxable supply. ഒന്നാമത് സർവീസ് അല്ല, ഗുഡ് ആണ്. ഇറ്റ്സ് എ ടാക്സബിൾ സപ്ലൈ. മെഡിസിൻസ് ഒരു ടാക്സബിൾ ഗുഡ് ആണ്. അപ്പൊ നമ്മൾ ക്ലാസ്സിൽ നമ്മൾ സ്പെസിഫിക്കലി പഠിക്കുന്ന ഒരു കാര്യമാണ് ഫാർമസികളിലൊക്കെ വിൽക്കുന്ന മരുന്നുകൾ ടാക്സബിൾ ആണ്. സോ ദിസ് ഇസ് ടാക്സബിൾ. ഇനി ബി, ഫുഡ് സപ്ലൈഡ് ബൈ ക്യാൻറ്റീൻ റൺ ബൈ എ ഹോസ്പിറ്റൽ to inpatients as per the diet prescription by the hospital's dietitian. That is exempted because it is part of healthcare service. Okay, dietitian special prescription മൂലമാണ് ഫുഡ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ that's going to be part of healthcare service. It's going to be exempted. ഇനി C, food supplied to the visitors or attendants of the patients in the hospital by canteen run by the hospital. That's going to be taxable. Other healthcare service allalo, that is taxable. Advertisement services provided by the hospital to a pharmaceutical company for their asthma pump by displaying it prominently in the hospital building. This is not at all healthcare service. This is also going to be taxable. അപ്പോൾ ചോദ്യം താഴെയുള്ളതിൽ exempt ഏതാണെന്നുള്ളതാണ്. The answer is going to be B. Answer is B. Next, let's look at 53. 52 നോക്കൂ.
ഓക്കെ, ആൻസർ ലോക്ക് ചെയ്തു. ഇൻ കേസ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഫോർ ₹5 lakhs, ഫോളോയിങ് ഇൻഫർമേഷൻ പ്രൊവൈഡഡ്. അപ്പൊ ചോദ്യം ടൈം ഓഫ് സപ്ലൈ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ സെക്ഷൻ 12 സബ്സെക്ഷൻ 2 റെഡ് വിത്ത് നോട്ടിഫിക്കേഷൻ 66/2017. ഇതിന്റെ കമ്പൈൻഡ് റീഡിംഗ് എന്താണ് പറയുന്നത്? യു ഹാവ് ടു സീ വെദർ ദ ഇൻവോയ്സ് ഹാസ് ബീൻ ഇഷ്യൂഡ് വിത്തിൻ ഡ്യൂ ഡേറ്റ്. ഇൻവോയ്സ് ഡ്യൂ ഡേറ്റിനകമാണോ എന്ന് നോക്കണം. ആണ് എന്നുണ്ടെങ്കിൽ ടൈം ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവോയ്സ് ഡേറ്റ് ആണ്. ഡ്യൂ ഡേറ്റ് കഴിഞ്ഞു പോയിട്ടാണ് എന്നുണ്ടെങ്കിൽ ടൈം ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂ ഡേറ്റ് ആണ്. ഇനി നമുക്ക് അനലൈസ് ചെയ്ത് നോക്കാം. അഡ്വാൻസ് റിസീവ്ഡ് ഓൺ 1st April. ഓക്കെ, അപ്പോൾ ആദ്യമേ പേയ്മെന്റ് കിട്ടി. പേയ്മെന്റ് ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സിന്റെ ഫോർവേഡ് ചാർജിനെ ബാധിക്കുന്ന വിഷയമേ അല്ല. വൈ? നോട്ടിഫിക്കേഷൻ 66/2017. അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ ഉള്ള കാരണം നമുക്ക് പേയ്മെന്റ് ഡേറ്റ് ഇറലവന്റ് ആണ്, നോക്കണ്ട. സോ ദിസ് ഇസ് ഇറലവന്റ്. ഇൻവോയ്സ് ഇഷ്യൂഡ് ഓൺ 15th April. അപ്പോൾ ഇൻവോയ്സ് ഡേറ്റ് കിട്ടി. ഗുഡ്സ് റിമൂവ്ഡ് ഓൺ 25th April. ഗുഡ്സ് റിമൂവ്ഡ് ഓൺ 25th April എന്ന് പറയുമ്പോൾ ഇൻ ദി കേസ് ഓഫ് ഗുഡ്സ് the due date of invoice shall be the date of removal. Section 31. ഓക്കെ, അപ്പൊ 25th April ആണ് നമ്മുടെ ഡേറ്റ് ഓഫ് റിമൂവൽ. ഇതാണ് നമ്മുടെ ഡ്യൂ ഡേറ്റ്. അതിനകം ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്, കാരണം 15th April ഇൻവോയ്സ് അടിച്ചിട്ടുണ്ട്. അപ്പൊ ടൈം ഓഫ് സപ്ലൈ എപ്പോഴാണ്? 15th April, വിത്തിൻ ഡ്യൂ ഡേറ്റ് ആണല്ലോ. സോ ആൻസർ ഈസ് ബി. ഓക്കെ, ഗുഡ്. നൗ ലെറ്റ്സ് ലുക്ക് അറ്റ് ക്വസ്റ്റ്യൻ 53. നോക്കിക്കോളൂ. നോക്കി, Shyam Limited, located in Mumbai, is receiving legal services from a lawyer, Mr. Gyan, registered under GST. So, Shyam Limited is receiving legal services. The aggregate turnover of Shyam Limited in the preceding financial year is 42 lakhs. What is the relevance of that information? See, legal service. നമ്മൾ അഡ്വക്കേറ്റ്സ് ഒക്കെ ലീഗൽ സർവീസ് കൊടുക്കുന്ന സമയത്ത് അതിന് പലതരത്തിൽ നമുക്ക് അനലൈസ് ചെയ്യാം അല്ലേ? അതൊരു ഗവൺമെന്റിനാണ് കൊടുക്കുന്നതെങ്കിൽ എക്സെപ്റ്റഡ് ആണ്. ഒരു നോൺ ബിസിനസ് എൻറ്റിറ്റിക്ക് കൊടുക്കുകയാണെങ്കിൽ എക്സെപ്റ്റഡ് ആണ്. ഒരു ബിസിനസ് എൻറ്റിറ്റിക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ടാക്സബിൾ ആവാം. ടാക്സബിൾ ആവണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണ്? ആ റിസീവിംഗ് ബിസിനസ് എൻറ്റിറ്റിയുടെ പ്രീവിയസ് ഇയർ അഗ്രിഗേറ്റ് ടേൺ ഓവർ രജിസ്ട്രേഷന്റെ ത്രഷോൾഡ് ലിമിറ്റിന് മുകളിലായിരിക്കണം. ഓക്കെ, ആ ഇൻഫർമേഷൻ ആണ് അവർ തന്നിരിക്കുന്നത്. ഇത് ടാക്സബിൾ ആണെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ചാർജ് എന്താണ്? റിവേഴ്സ് ചാർജ് ആണ്. ലീഗൽ സർവീസ് റിവേഴ്സ് ചാർജ് ആണ് വെൻ പ്രൊവൈഡഡ് ടു സച്ച് എ ബിസിനസ് എൻറ്റിറ്റി. അപ്പൊ ഇനി ഇവര് ആക്ച്വലി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ താഴെ കണ്ടു കാണും. ടൈം ഓഫ് സപ്ലൈ സർവീസ് ആണ് ചോദ്യം. അപ്പോൾ റിവേഴ്സ് ചാർജ് ഓഫ് സർവീസ് ആണ് വിഷയം. അപ്പൊ നമുക്ക് രണ്ട് ഡേറ്റ് ആണ് 13 സബ്സെക്ഷൻ 3 നോക്കാനായിട്ട് പറയുന്നത്. ഒന്ന് ഡേറ്റ് ഓഫ് പേയ്മെന്റ്. ഓക്കെ, ആ ഡേറ്റ് ഓഫ് പേയ്മെന്റ് നമ്മൾ കുറച്ചുകൂടി ഡിസ്കസ് ചെയ്ത് ആ ഡേറ്റ് ഓഫ് പേയ്മെന്റ് തന്നെ രണ്ട് ഡേറ്റുകൾ വരാം. നമ്മൾ ബുക്സിൽ റെക്കോർഡ് ചെയ്ത ഡേറ്റും ബാങ്ക് അക്കൗണ്ടിൽ ഡെബിറ്റ് ആയ ഡേറ്റും അതിൽ വിച്ചവർ സേർലാണ് ഡേറ്റ് ഓഫ് പേയ്മെന്റ്. അടുത്ത എന്താണ്? ഡേറ്റ് ഓഫ് ഇൻവോയ്സിന്റെ കൂടെ നമ്മൾ 61 ഡേയ്സ് കൂട്ടണം. 61 ഡേയ്സ്. അപ്പൊ നമുക്ക് നോക്കാം ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്. ഇവരാദ്യം ഇൻവോയ്സ് ഇഷ്യൂഡ് ബൈ മിസ്റ്റർ ഗ്യാൻ ഓൺ 15th April. അത് കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ അതിൻ്റെ കൂടെ 61 ഡേയ്സ് കൂട്ടി വയ്ക്കാം. ഓക്കെ, 15th April 61 ഡേയ്സ് കൂട്ടുമ്പോൾ നിങ്ങൾക്ക് 15th June കിട്ടും. ചെക്ക് ചെയ്ത് നോക്കാം, 15th June. ഇനി പേയ്മെന്റ് ഡെബിറ്റഡ് ഇൻ ദ ബാങ്ക് അക്കൗണ്ട് ഓൺ 5th May. ഡേറ്റ് ഓഫ് പേയ്മെന്റ് എൻറ്റർഡ് ഇൻ ദ ബുക്സ് 1st May. അപ്പൊ ഇത് രണ്ടിലും വിച്ചവർ സേളർ ഏതാണ്? 1st May. ഇതാണ് ഡേറ്റ് ഓഫ് പേയ്മെന്റ്. ഡേറ്റ് ഓഫ് പേയ്മെന്റ് ഓർ 61st day ഫ്രം സപ്ലൈസ് ഇൻവോയ്സ് വിച്ചവർ ഈസ് ഏർലിയർ. ഏതാണ് വിച്ചവർ ഈസ് ഏർലിയർ? ഇറ്റ് ഈസ് 1st May. Therefore എ ആണ് കറക്റ്റ് ആൻസർ. നല്ലൊരു ക്വസ്റ്റൻ ആണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ലെറ്റ്സ് മൂവ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 54. നോക്കിക്കോളൂ. Which of the following is not eligible for opting combustion scheme under section 10(1) or 10(2)? Okay. ABC, a firm selling garments solely in Ahmedabad, having aggregate turnover of 78 lakhs in the preceding financial year. Ahmedabad, it's fine. Previous turnover 1.5 crores താഴെയാണ്. സെല്ലിംഗ് ഗാർമെന്റ്സ് ആണ്. ഓപ്റ്റ് ചെയ്യാം, പിയാക്ക് ഓപ്റ്റ് ചെയ്യാം. സ്റ്റാർട്ടപ്പ് കമ്പനി എക്സ്ക്ലൂസീവ്ലി ഓപ്പറേറ്റിംഗ് എ റെസ്റ്റോറൻറ്റ് ഇൻ ഡൽഹി, അഗ്രിഗേറ്റ് ആണ് 98 lakhs. യെസ്, ഓപ്റ്റ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല.
എ കൊറിയർ സർവീസ് കമ്പനി ഓപ്പറേറ്റിംഗ് സോൾലി ഇൻ മുംബൈ ഹാവിംഗ് അഗ്രിഗേറ്റ് ടേൺ ഓവർ ഓഫ് 90 lakhs. ഇവർക്ക് ഓപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇവർക്ക് 50 lakhs താഴെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇവർക്ക് കോമ്പൻസേഷൻ സ്കീം ഫോർ സർവീസസ് 10-2 ഓപ്റ്റ് ചെയ്യായിരുന്നു. അത് പിന്നെ ക്വസ്റ്റിന് ചോദിച്ചിട്ടില്ല. അവർക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അടുത്ത ആരാണ്? എ ട്രേഡർ selling grocery items solely in Orissa having an aggregate turnover of 95 lakhs in the preceding financial year. അവിടെ എന്താണ് കുഴപ്പം? ഓപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അവിടുത്തെ ലിമിറ്റ് 1.5 crores ആണ്. പെട്ടെന്ന് ഒറീസ എന്ന് കാണുമ്പോൾ 75 lakhs ആണെന്ന് തോന്നും. അല്ല, 1.5 lakhs ആണ്. ഓപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതിനകത്ത് ഓപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ സി ആണ് കറക്റ്റ് ആൻസർ. സി ഓപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. 55 നോക്കൂ. Done. Assuming that all the activities given below are undertaken for a consideration, state which of the following is not a supply of service. അപ്പോൾ താഴെയുള്ളതെല്ലാം തന്നെ കൺസിഡറേഷൻ ഉണ്ട്. ഓക്കെ, പക്ഷെ സർവീസ് അല്ല, സപ്ലൈ അല്ലാത്ത ഏതൊക്കെയാണ് നോക്കാം നമുക്ക്. ഫസ്റ്റ് വൺ, റെന്റിംഗ് ഓഫ് കൊമേഴ്ഷ്യൽ ഓഫീസ് കോംപ്ലക്സ്. നത്തിങ് സ്പെഷ്യൽ അബൌട്ട് ദാറ്റ്. ഇറ്റ് ഈസ് ആക്ച്വലി സപ്ലൈ. ആൻ എംപ്ലോയി അഗ്രീയിങ് ടു നോട്ട് വർക്ക് ഫോർ ദ കോമ്പറ്റീറ്റർ ആഫ്റ്റർ ലീവിംഗ് ദ കറന്റ് എംപ്ലോയ്മെന്റ്. ദിസ് ഇസ് ഓൾസോ സപ്ലൈ. നോൺ കോമ്പീറ്റ് ഫീസ് സപ്ലൈ ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. സപ്ലൈ ആണ്. റിപ്പയറിംഗ് ഓഫ് മൊബൈൽ ഫോൺ, ഇറ്റ്സ് ഫെയർലി ഈസി, സപ്ലൈ ആണ്. പ്രൊവിഷൻ ഓഫ് സർവീസസ് ബൈ എൻ എംപ്ലോയി ടു ദ എംപ്ലോയർ ഇൻ ദി കോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റ്, ഇത് ഷെഡ്യൂൾ 3 നോൺ സപ്ലൈ ആണ്. ദിസ് ഇസ് നോട്ട് എ സപ്ലൈ. അപ്പൊ താഴെ പറയുന്നതിൽ ഏതാണ് സപ്ലൈ അല്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദി ആൻസർ ഈസ് ഡി. ഓക്കെ, ഫൈൻ. ക്വസ്റ്റ്യൻ 56 വായിച്ചു നോക്കൂ. നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് നോക്കാം. ഡ്യൂറിംഗ് ദ മന്ത് ഓഫ് മെയ്, Z Limited sold goods to Y Limited for 2,55,000 and charge GST at 18%. അപ്പോൾ നമുക്ക് GST കണ്ടുപിടിക്കാം. 2,55,000ന്റെ 18% പറയുന്ന സമയത്ത് 45,900 rupees ആണ് GST. Okay. However, owing to some defects in the goods, Y Limited returned some of the goods by issuing a debit note of rupees 40,000 the same month. അപ്പോൾ 40,000 ഗുഡ്സ് എന്താ കുഴപ്പമുണ്ടായിരുന്നു, റെസിപ്പിയന്റ് സപ്ലയർക്ക് തിരിച്ചു കൊടുത്തു കിട്ടും. Z Limited, നമ്മുടെ സപ്ലയർ, records a return of the goods by issuing a credit note of rupees 40,000 plus GST in the same month. ഓക്കെ, അപ്പോൾ ഈ 40,000ന്റെ GST എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that's going to be 7,200. ഓക്കെ, ഇനി in this situation GST liability of Z Limited for the month of May. അപ്പോൾ ഈ ട്രാൻസാക്ഷൻ മൊത്തം നടക്കുന്ന മെയ്യാ, സപ്ലൈ നടക്കുന്ന മെയ് ആണ്, റിട്ടേൺ വരുന്നത് ഇൻ ദ മന്ത് ഓഫ് മെയ് ആണ് അല്ലെ. നമ്മൾ ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ആ ക്രെഡിറ്റ് നോട്ട്, ഓക്കെ, ആദ്യം സെക്ഷൻ 34ൽ പറയുന്ന കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്താണ് ക്രെഡിറ്റ് നോട്ട് റേസ് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് നോട്ട് റേസ് ചെയ്യുന്ന മാസം സപ്ലയറുടെ ടാക്സ് ലയബിലിറ്റി കുറയും. എത്രത്തോളമാണ് ക്രെഡിറ്റ് നോട്ടിൽ ടാക്സ് കാണിച്ചിരിക്കുന്നത് അത്രത്തോളം കുറയും. അപ്പൊ ഇയാള് നടത്തിയിരിക്കുന്ന സപ്ലൈയുടെ GST, ഇയാളെന്ന് വെച്ചാൽ Z Limited, അവർ അടക്കേണ്ട GST ആക്ച്വലി 45,900 ആയിരുന്നു. എന്നാൽ ഈ ക്രെഡിറ്റ് നോട്ടിന്റെ GST നമുക്ക് കുറയ്ക്കാം. അപ്പൊ 7,200 കുറയ്ക്കാം. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 38,700. This is the correct answer. B. B is the correct answer. Okay, let's move on to the next question. Question 57 വായിച്ചു നോക്കിക്കോളൂ. ഇവിടെ വായിച്ചു, അടുത്തോട് നോക്കിക്കോളൂ. ആൻസർ ലോക്ക് ചെയ്തു അല്ലെ. ഗുഡ്സ് ആസ് പെർ സെക്ഷൻ 2 clause 52 ഓഫ് CGST ആക്ട് ഇൻക്ലൂഡ്സ് ആക്ഷണബിൾ ക്ലെയിംസ്. യെസ്, നമ്മൾ നേരത്തെ പഠിച്ചാണ് ആക്ഷണബിൾ ക്ലെയിം ഗുഡ് ആണ്. അടുത്തത്, ഗ്രോയിങ് ക്രോപ്സ് അറ്റാച്ച്ഡ് ടു ദ ലാൻഡ് എഗ്രി ടു ബി സെർവ്ഡ് ബിഫോർ സപ്ലൈ. യെസ്, ഗുഡ്സ് ഡെഫിനിഷനിൽ പ്രത്യേകം പറയുന്നത് ദിസ് ഇസ് ഓൾസോ ഗുഡ്. മണി ഈസ് നോട്ട് എ ഗുഡ്, നമ്മൾ കുറച്ചും കൂടി ഡിസ്കസ് ചെയ്തു. സെക്യൂരിറ്റീസും ഗുഡ്സ് അല്ല. അപ്പൊ ദ ആൻസർ ഈസ് എ, 1 and 3. സോറി, ചോദ്യം വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇൻക്ലൂഡ്സ് ആസ് ഗുഡ്സ്. അപ്പോൾ 1ഉം 2ഉം, ഓപ്ഷൻ സി.
ഏതൊക്കെയാണ് ഗുഡ് എന്നല്ല ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി. നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ക്വസ്റ്റ്യൻ 58. നോക്കി, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ആർ ഇൻകറക്റ്റ് അണ്ടർ ദ CGST law? നമുക്ക് നോക്കാം. ഫസ്റ്റ് കേസ്, അത് നിങ്ങളൊന്ന് അനലൈസ് ചെയ്തോളൂ. ക്വസ്റ്റ്യൻ കിട്ടിയല്ലോ അല്ലെ? ഫൈൻ. ഫസ്റ്റ് കേസ്, if the supplier has erroneously declared a value which is more than the actual value of goods or service provided, then he can issue a credit note for the same. Yes, that's correct. അയാൾക്ക് credit note issue ചെയ്യാനായിട്ട് പറ്റും. If the supplier declared some special discount which is offered after the supply is over, then he cannot issue credit note. That is also correct. നേരത്തെ agreement ഇല്ലെങ്കിൽ credit note issue ചെയ്യാൻ വേണ്ടി പറ്റില്ല. Okay. If the quantity received by the recipient is more than what has been declared in the tax invoice, then the supplier can issue debit note. Yes, correct ആണ്. Okay. Next, there is no time limit to declare the details of debit note in the return. ഇത് കുഴപ്പമാണ്. See, actually നമ്മൾ ഈ ഡെബിറ്റ് നോട്ട് സപ്ലൈ കഴിഞ്ഞിട്ട് സബ്സീക്വന്റ്ലി എഫക്റ്റീവ്ലി എപ്പോൾ വേണമെങ്കിലും റേസ് ചെയ്യാം. അതിന് ടൈം ലിമിറ്റ് ഇല്ല, അത് കുഴപ്പമില്ല. പക്ഷേ ഡെബിറ്റ് നോട്ട് റേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡെബിറ്റ് നോട്ട് റേസ് ചെയ്ത മാസത്തെ റിട്ടേൺ തന്നെ അത് കാണിച്ചോളണം. സോ ഇവിടുത്തെ തെറ്റായിട്ട് ആൻസർ ഉള്ളത് ഫോർത്ത് പോയിന്റ് ആണ്. നിങ്ങൾ സെക്ഷൻ 34 ഒന്നെടുത്ത് വായിച്ചു നോക്കിയത് ക്ലിയർ ആവും. ഓക്കെ, അപ്പൊ ചോദ്യം വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ ഇൻകറക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർത്ത് പോയിന്റ് സി ആണ് ഇൻകറക്റ്റ്. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് ലെറ്റ്സ് ലുക്ക് അറ്റ് 59. അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചോളൂ. ആൻസർ നിങ്ങൾ മനസ്സിൽ കാണേണ്ടതിന് ശേഷം ഞാൻ ഓപ്ഷൻസ് കാണിക്കാം. അടുത്ത പേജിലൂടെ ഉണ്ട്. പോസ് ചെയ്തിട്ട് ചെയ്യാം. ചെയ്തു അല്ലെ? ഇതാണ് ഓപ്ഷൻസ്. ബാക്കി ഓപ്ഷൻസ് let's see. ABC Limited generated e-way bill on 12th February at 14 hours. It transported over dimensional cargo for a distance of for a distance of 100 kilometers. Sorry. The validity period of the e-way bill will expire on dash if there is no extension for the same. E-way bill, section 68. Okay, fine. അപ്പോൾ e-way ബില്ലിന്റെ വാലിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഓവർ ഡയമെൻഷണൽ കാർഗോ ആണ്. അപ്പോൾ ഓരോ 20 കിലോമീറ്ററിനും ഒരു ദിവസമാണ് വാലിഡിറ്റി. അപ്പം 100 കിലോമീറ്റർ എടുക്കുന്ന സമയത്ത് ഓരോ 20 കിലോമീറ്റർ ഒരു ദിവസമാണെങ്കിൽ നമുക്ക് 5 days കിട്ടും. ഡേയ്സ് കൂട്ടുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഇപ്പോൾ ഇവിടെ e-way bill ജനറേറ്റ് ചെയ്യുന്നത് 12th ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, 12th ജനറേറ്റ് ചെയ്യുന്നു. 12th ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യ ദിവസം തീരുക 12ാം തീയതിക്കും 13ാം തീയതിക്കും ഇടയിലുള്ള, അതായത് 12ാം തീയതി രാത്രി 12 മണിക്കല്ല അത് തീരാം. ഓക്കെ, 12th നിങ്ങൾ e-way bill ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഫസ്റ്റ് ഡേ തീരുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 13നും 14നും ഇടയ്ക്ക്, അതായത് 13ാം തീയതി രാത്രി 12 മണിക്കാണ് ആ ഡേ തീരാം. അന്ന് രാത്രി തന്നെ 12 മണിക്ക് തീർന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ എങ്ങാനും e-way bill ജനറേറ്റ് ചെയ്യുന്നത് ഒരു 11:45 ആകെ 15 മിനിറ്റ് കിട്ടുള്ളൂ. ദാറ്റ് ഡസ് നോട്ട് മേക്ക് മച്ച് സെൻസ്. അതുകൊണ്ട് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ ദിവസം മാത്രം നിങ്ങൾ സബ്സീക്വന്റ് ഡേയുടെ രാത്രി 12 മണിക്കാണ് വരിക. അപ്പൊ ഫസ്റ്റ് ഡേ എൻഡ് ചെയ്യുന്നത് 13-14 ഇടയിലുള്ള 12 PM മിഡ്നൈറ്റ് ആണ്. 12 AM മിഡ്നൈറ്റ്, PM അല്ല, 12 മിഡ്നൈറ്റ്. ഇനി അടുത്ത വൺ ഡേയോ പിന്നെ ഈ മാറ്റമില്ല, പിന്നെ എല്ലാം അടുത്ത ദിവസങ്ങളിൽ തന്നെ വരും. അപ്പൊ ദാറ്റ്സ് ഗോയിങ് ടു ഹാപ്പൻ 14-13 ഇടയിലുള്ള മിഡ്നൈറ്റ്. 14-13 അല്ല, 14-15, സോറി. പിന്നെ ഒരു വൺ ഡേ കൂട്ടുമ്പോൾ ദാറ്റ്സ് ഗോയിങ് ടു ബി 15-16. പിന്നെ ഒരു വൺ ഡേ കൂട്ടുമ്പോൾ ദാറ്റ്സ് ഗോയിങ് ടു ബി 16-17. നമുക്ക് കൂട്ടേണ്ടത് 5 ദിവസമാണ്. 1, 2, 3, 4. ഒരു ദിവസം കൂടെ കൂട്ടണം, 17-18. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ABCDയിൽ ഓപ്ഷൻ ബി മിഡ് നൈറ്റ് ഓഫ് 17 to 18. ദാറ്റ്സ് ഗോയിങ് ടു ബി എ കറക്റ്റ് ആൻസർ. അപ്പം നിങ്ങൾക്ക് e-way ബില്ലിന്റെ വാലിഡിറ്റി കണ്ടുപിടിക്കുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓവർ ഡയമെൻഷണൽ കാർഗോ അല്ലെങ്കിൽ എങ്ങനെയാണ് 200 കിലോമീറ്റർ ഒരു ദിവസം. ഓവർ ഡയമെൻഷണൽ കാർഗോ ആണെങ്കിൽ 20 കിലോമീറ്റർ. ഓക്കെ, ഫൈൻ. അത്
ഇങ്ങനെ MCQ ആയിട്ടോ അല്ലാതെ തിയറി ആയിട്ടോ ചോദിക്കാൻ, തിയറി എന്ന് വെച്ചാൽ ജസ്റ്റ് എത്രയാണ് വാലിഡിറ്റി എന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെക്കണം. ഓക്കെ ഫൈൻ. നൗ ലെറ്റ്സ് ലുക്ക് അറ്റ് ദി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 60. നോക്കിക്കോളൂ. Okay. Ram, an individual based in Gujarat, is in employment and earning 10 lakhs as salary. He is also providing intrastate consultancy services to different organizations on growth and expansion of business. His turnover from supply of such services is 12 lakhs. Determine whether Ram is liable for taking registration. അതായത് ഇവിടെയുള്ള അഗ്രിഗേറ്റ് ടേൺ ഓവർ കമ്പ്യൂട്ട് ചെയ്ത് നമ്മൾ നോക്കണം അല്ലേ. സി, ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് 2 + 6 നമ്മൾ അഗ്രിഗേറ്റ് ടേൺ ഓവർ കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മുടെ ടാക്സബിൾ സപ്ലൈ എല്ലാം കൂട്ടണം. പക്ഷെ ഒരു കാര്യം ഓർമ്മ വേണം, ട്രാൻസാക്ഷൻ സപ്ലൈ ആണെങ്കിൽ മാത്രമേ അഗ്രിഗേറ്റ് ടേൺ ഓവർ നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അല്ലേ. അപ്പോൾ എംപ്ലോയ്മെന്റിൽ പുള്ളിക്ക് കിട്ടുന്ന റവന്യൂ അത് ഷെഡ്യൂൾ 3 കവേർഡ് ആണ്. ഇറ്റ് ഇസ് നോട്ട് എ സപ്ലൈ. സോ ദിസ് 10 lakhs is actually not supply. അതുകൊണ്ട് ഇത് അഗ്രിഗേറ്റ് ടേൺ ഓവറിന്റെ പാർട്ട് അല്ല. പിന്നെ അദ്ദേഹത്തിന്റെ ടേൺ ഓവറിന്റെ പാർട്ട് ആവുന്നത് 12 lakhs മാത്രമാണ്. ഇദ്ദേഹം സപ്ലൈ ചെയ്യുന്നത് ഗുജറാത്തിലാണ്. സർവീസ് പ്രൊവൈഡർക്ക് ത്രഷോൾഡ് ലിമിറ്റ് 20 lakhs ആണ്. 20 lakhs ക്രോസ് ചെയ്തിട്ടില്ല. സോ ദിസ് പേഴ്സൺ നീഡ് നോട്ട് ടേക്ക് രജിസ്ട്രേഷൻ. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ അല്ല, കാരണം അവർ പറഞ്ഞിരിക്കുന്നത് യെസ് അഗ്രിഗേറ്റ് ടേൺ ഓവർ ഇസ് മോർ ദാൻ 20 അല്ല. ബിയും അല്ല, കാരണം എന്താ, ആസ് ഹിസ് അഗ്രിഗേറ്റ് ടേൺ ഓവർ ഇസ് ലെസ് ദാൻ 40 lakhs അല്ലല്ലോ. സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആളുടെ ത്രഷോൾഡ് ലിമിറ്റ് 20 lakhs ആണ്. ഓക്കെ, 40 lakhs എക്സ്ക്ലൂസീവ്ലി ഗുഡ്സ് കൊടുക്കുന്ന ആൾക്കാണ് കിട്ടുക. സെക്ഷൻ 22 റെഡ് വിത്ത് നോട്ടിഫിക്കേഷൻ 10/2019 റെഫറൻസ് വേണമെന്നുണ്ടെങ്കിൽ. ഇനി നോ, സി ആണ് വായിക്കുന്നത്. ആസ് സർവീസ് ഇൻ ദി കോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റ് ഡസ് നോട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് സപ്ലൈ ആൻഡ് ദെയർഫോർ അഗ്രിഗേറ്റ് ടേൺ ഓവർ ഇസ് ലെസ് ദാൻ 20 lakhs. പെർഫെക്റ്റ്, ഇതാണ് നമുക്ക് വേണ്ട സാധനം. ഡി എന്താണ്, യെസ് ഹീസ് എൻഗേജ്ഡ് ഇൻ ടാക്സബിൾ സപ്ലൈ സർവീസ് ഡസ് നോട്ട് മേക്ക് എനി സെൻസ്. സി ആണ് കറക്റ്റ് ആൻസർ. ഓൾറൈറ്റ്, സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് പ്രൊവിഷൻസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഞാൻ വീഡിയോയുടെ തുടക്കം എൻ്റെ മൊബൈൽ നമ്പർ തന്നിരുന്നു. ഇൻ കേസ് നിങ്ങൾക്ക് ഏതെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അതിനകത്ത് വാട്സാപ്പ് ചെയ്ത് ചോദിക്കാം. സോ ഐ ഹോപ്പ് ദിസ് സെഷൻ വാസ് ഹെൽപ്ഫുൾ ഫോർ യു. നമ്മൾ MCQs അനലൈസ് ചെയ്തു. നിങ്ങൾക്ക് MCQന്റെ ഓപ്ഷൻസ് അനലൈസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും ആ ക്വസ്റ്റിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇതുവരെ അനലൈസ് ചെയ്ത MCQസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊവിഷൻസും നമ്മൾ റിവൈസ് ചെയ്തു. ഓക്കെ, സോ ഐ ഹോപ്പ് ദിസ് സെഷൻ വാസ് ഹെൽപ്ഫുൾ ഫോർ all of you. So all the best for examination. Thank you.